wonderful name of our Lord and Savior Jesus Christ. കർത്താവിന്റെ രക്ഷിതാവായ യേശുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. I thank God for the saints of God, Mercy Joseph, Pastor Wilson Joseph. സിസ്റ്റർ മേഴ്സി ജോസഫ്, പാസ്റ്റർ വിൽസൺ ജോസഫ് എന്നീ ദൈവത്തിന്റെ വിശിഷ്ട ദാസന്മാരെ, ദാസിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I was in good contact with Sister Bina Bagis, and Sister One invited me to be here in this IPC UAE convention. എന്നെ ഈ IPC UAE കൺവെൻഷൻ സഹോദര സമാജത്തിലേക്ക് ക്ഷണിച്ച സിസ്റ്റർ ബീന വർഗീസിനെ മുൻപ് പരിചയമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm happy for the Sodari Samajam. I mean, this is a sisters convention. ഈ സഹോദരി സമാജത്തിനായ ദൈവത്തിന് സ്തോത്രം. ഇത് സഹോദരിമാരുടെ ഒരു കൺവെൻഷൻ ആകുന്നുവല്ലോ. God is so good. ദൈവം വളരെ നല്ലവനാണ്. I'm happy to be with you this evening. ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. I enjoy the worship. It's so powerful. നിങ്ങളുടെ ആരാധന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിശക്തമത്തായിരുന്നു അത്. God is coming back very soon. Jesus is coming back very soon. നമ്മുടെ കർത്താവ് യേശു വേഗം മടങ്ങി വരാൻ പോകുകയാണ്. Soon and very soon, there is going to be a meeting in the air. I want to meet you over there. That's why I'm preaching this evening. വേഗത്തിൽ എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ യേശു വരും. അവിടെ നമുക്കൊരു യോഗമുണ്ട്. അവിടെയും അതിലേക്ക് വേണ്ടി അത്രയും ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു. We have to get ready to meet your God in the mid-air. മധ്യാകാശത്ത് നമ്മുടെ ദൈവത്തെ സ്വീകരിപ്പാൻ, എതിരേൽപ്പാൻ നാം ഒരുങ്ങിക്കൊള്ളണം. I want to ask you a question. Are you a holy woman? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വിശുദ്ധ വനിത എന്ന കൂട്ടത്തിൽ പെടുന്നവരാണോ? Godly woman. ദൈവ ഭക്തിയുള്ള സ്ത്രീയുടെ കൂട്ടത്തിലാണോ നിങ്ങളുടെ I'm സ്ഥാനം? not asking are you a beautiful woman or educated woman. നിങ്ങൾ സുന്ദരിയാണോ വിദ്യാസമ്പന്നയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. I'm asking a question. Are you a godly woman? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാണോ? I want to talk about a godly woman or a holy woman. ദൈവഭക്തിയുള്ള വിശുദ്ധിയുള്ള സഹോദരിമാരെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 13th chapter, 1 Peter chapter 3. 1 പത്രോസ് 3-ാം അധ്യായം And verse 5 says like this. അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. For after this manner in the old time, the holy women have also, who trusted in God, adorned themselves, being in a subjection unto their own husbands, even as Sarah obeyed Abraham, calling him Lord, whose daughters you are, as long as you do well, are not afraid of with any amazement. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. Holy women of ancient time. അനാദി കാലത്തുള്ള പണ്ട് കാലത്തുള്ള വിശുദ്ധ വർഗം. I want to tell you something. Our faith is the faith of the holy fathers of ancient time. ഞാൻ പറയട്ടെ, പണ്ട് മുതലേ ഉള്ള നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരുടെ വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം. Still our Bible is the ancient Bible. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകം അതിപുരാതനമായതാണ്. And our faith is the ancient faith. നമ്മുടെ വിശ്വാസവും അനാദികാലം പുരാതനമായുള്ളതാണ്. No change, no modern faith. അതിലെ ഒരു മാറ്റവുമില്ല. ആധുനിക വിശ്വാസം എന്നൊരു വിശ്വാസമില്ല. These holy women, why they are called as holy women? എന്തുകൊണ്ടാണ് വിശുദ്ധ സ്ത്രീകൾ എന്നിവരെ വിളിക്കപ്പെടുന്നത്? Not only Sarah, സാറ മാത്രമല്ല, Rebecca, റബേക്കയുണ്ട്, Zipporah, സിപ്പോറയുണ്ട്, Samson's mother, Manoah as wife, ശിംശോന്റെ അമ്മ മനോഹയുണ്ട്, മനോഹയുടെ ഭാര്യയുണ്ട്, Ruth, Abigail, രൂത്ത് ഉണ്ട്, അബിഗേൽ ഉണ്ട്, Aksa. All these names in the Bible say they are holy women. അക്സ ഉണ്ട്. ഇവരെല്ലാരെയും വിശുദ്ധ മതികളായ സ്ത്രീകൾ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. Why Bible call them holy women? എന്തുകൊണ്ട് ഇവരെ വിശുദ്ധ സ്ത്രീകളുടെ കൂട്ടത്തിൽ ബൈബിൾ I want to tell you something. Holy God being holy women. വിശുദ്ധനായ ദൈവത്തിന് മുമ്പിലുള്ള വിശുദ്ധ മതികളായ സഹോദരിമാർ. There are so many gods and goddesses in the world. ലോകത്തിൽ അനേകം ദൈവങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവരുണ്ട്. But only our God is a holy God. എന്നാൽ നമ്മുടെ ദൈവം മാത്രമേ വിശുദ്ധനായ ദൈവമുള്ളൂ. So you want holy people. നാം ആ ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ജനമാണ്. Separated people. നാം വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. Sanctified people. നാം വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ്. Blood washed people. നാം രക്തത്താൽ കഴുകപ്പെട്ട ജനമാണ്. I am preaching from Madurai. ഞാൻ മധുരയിൽ നിന്ന് പ്രസംഗിക്കുന്നു. Good Samaritan Church, Pastor Joseph Balachandran. ജോസഫ് ബാലചന്ദ്രൻ പാസ്റ്ററുടെ ഗുഡ് സമരിറ്റൻ ചർച്ചിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. We had a glorious ladies service this morning. ഇന്ന് രാവിലെ ഇവിടെ അതിമനോഹരമായ സഹോദരന്മാരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. So many ladies came forward to be effective evangelists for God.
ദൈവത്തിന് വേണ്ടി ശക്തിമത്തായ പ്രയോജനമുള്ള സുവിശേഷീകരണത്തിനായി അനേക സഹോദരിമാർ തങ്ങളെ സമർപ്പിച്ചു. I thank God for Pastor Paul and his beloved wife helping me with all this video and the media arrangements. ഈ മീഡിയ അറേഞ്ച്മെന്റ്സിനായി എന്നെ സഹായിച്ച പാസ്റ്റർ പോളിനെയും പ്രിയ ഭാര്യയെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Are you a holy person? നിങ്ങൾ വിശുദ്ധിയുള്ള ഒരു ജനമാണോ? Are you a separated person? നിങ്ങൾ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണോ? Are you a sanctified person? നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണോ? Are you blood washed people? നിങ്ങൾ രക്തത്താൽ കഴുകപ്പെട്ടവരാണോ? You are called, you are chosen, you are justified, you will be glorified. നിങ്ങൾ വിളിക്കപ്പെടുന്നു, നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. There are so many titles where people may give you like doctor, director, bishop, archbishop, and you may be different degrees. But I want to tell you, the Bible is asking a direct question: are you a godly woman or a holy woman? നിങ്ങൾക്ക് ലോകം വിവിധപരമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ടാകാൻ, ഡോക്ടർ, റവറന്റ്, ബിഷപ്പ്, അങ്ങനെ പലതും. എന്നാൽ ബൈബിൾ ചോദിക്കുന്നു, നിങ്ങൾ വിശുദ്ധ ജനമാണോ? നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണോ? They didn't do anything fantastic, supernatural to be called as a holy woman. വിശുദ്ധിയുള്ള സ്ത്രീകൾ എന്ന് വിളിക്കപ്പെടാൻ ഈ പറഞ്ഞവരാരും തന്നെ വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. I saw 3 different qualities in them. അവരിൽ ഞാൻ കണ്ടെത്തിയ 3 വിശേഷതകളുണ്ട്. You can see in the same verse, Bible says like this. അതേ വാക്യത്തിൽ തന്നെ വേദപുസ്തകം പറയുന്നു, They trusted in God. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. And the Bible says they are subjection to the husband. അവർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. And they do well. They did good work. അവർ നല്ല കാര്യം ചെയ്തു. These are 3 things you can do to be called as a holy woman of God. വിശുദ്ധ സ്ത്രീകൾ എന്ന് വിളിക്കപ്പെടുവാൻ നിങ്ങൾക്കും ഈ 3 കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. Are you a holy woman? Then you must put your trust in God. നിങ്ങളൊരു വിശുദ്ധ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. Some will trust in the chariot, some trust in the horses. We trust in the name of the Lord. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. നാമോ നമ്മുടെ കർത്താവായ യഹോവയെങ്കിൽ ആശ്രയിക്കും. The name of the Lord is a mighty tower. ദൈവത്തിന്റെ നാമം നമുക്ക് ബലമുള്ള ഗോപുരമാകും. And you can run and find safety and security. നിങ്ങൾക്ക് അതിലേക്ക് ഓടി സുരക്ഷിതമായിരിക്കാൻ കഴിയും. See, God created man from the mud. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. If you drop a mud pot, it will break. നിങ്ങളൊരു മൺപാത്രം താഴെയിട്ടാൽ അത് പൊട്ടിപ്പോകും. But God created a woman from the bone. എന്നാൽ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ച മനുഷ്യന്റെ അസ്ഥിയിൽ നിന്നാണ്. The raw material is very strong by which God created you and me. നിങ്ങളെയും എന്നെയും ദൈവം സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ചത് ബൈബിൾ അനുസരിച്ച് വളരെ ശക്തിയുള്ള ഒരു സാധനം കൊണ്ടാണ്, കട്ടിയുള്ള സാധനം കൊണ്ട്. So we must say, I can do all things through Christ is strengthening me. അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പറയണം, എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിനാൽ സകലതും ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, ഞാൻ മതിയായവനാണ്. Not by might or power, but by the Spirit. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ എന്ന് കർത്താവ് പറഞ്ഞു. We are the spirit people. നാം ആത്മീയരായ ജനമത്രേ. We are holy because of the Holy Spirit. നാം പരിശുദ്ധാത്മ പ്രാപിച്ച വിശുദ്ധിയുള്ള ജനമാകും. The Holy Spirit comes upon you, receive power. പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. The power to be a witness for God. ദൈവത്തിന്റെ സാക്ഷികളാകുവാനുള്ള ശക്തിയാകുന്നു. That witness is dunamis power. I can say like this, dynamic power to be a martyr for God. ആ സാക്ഷ്യം, ആ ശക്തി എന്ന് പറയുന്നത് ഡുനാമിസ് പവർ ആണ്. ഞാൻ പറയട്ടെ, നിങ്ങളെ ദൈവത്തിന്റെ രക്തസാക്ഷിയാക്കുവാൻ തക്കമുള്ള ഡൈനാമിക് പവർ ആണ്. Not only I live for God, I'm ready to die for God. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറായിരിക്കും. I trusted in my God. ഞാൻ എന്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. Sarah trusted in her God. സാറ തന്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നു. Hebrew 11:11 says like this. എബ്രായ ലേഖനം 11:11 പറയുന്നു, Through faith, Sarah herself received strength to conceive a seed and delivered a child when she was past the age, because she judged him faithful who had promised her. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. See, past the age to conceive a baby. ഒരു പൈതൽ ജനിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള സമയം കഴിഞ്ഞു പോയി. Because he trusted in the Lord God. എന്നാൽ അവൾ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് she was strengthened by God. അവൾക്ക് ദൈവിക ശക്തി ലഭിച്ചു. To deliver a baby. ഒരു പൈതലിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം. You know what the name of the baby? ആ പൈതലിന്റെ പേര് നിങ്ങൾക്കറിയാമോ? Isaac means laughter. ഇസാക്ക് എന്നതിന്റെ അർത്ഥം ചിരി എന്നാണ്. You can have laughter whole day if you trust in the Lord. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദിവസം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷമായി ചിരിക്കുവാൻ കഴിയും. Joy of the Lord is our strength.
കർത്താവിൽ സന്തോഷമാണ് നമ്മുടെ ബലം. Not chicken curry, mutton curry, biryani. Joy of the Lord is our strength. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബിരിയാണിയോ അല്ല, കർത്താവിൽ സന്തോഷമാകുന്നു നമ്മുടെ ബലം. If you have faith in living God, ജീവിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശിക്കുന്നുവെങ്കിൽ you can produce babies. നിങ്ങൾക്ക് ദൈവ പൈതങ്ങളെ ജനിപ്പിക്കുവാൻ കഴിയും. Maybe I can say, not from your belly, from your heart, you can produce babies for God. എല്ലാം നിങ്ങളുടെ ഉദരത്തിൽ നിന്നായിരിക്കണമെന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനായി മക്കളെ ജനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. One will chase 1,000, two will chase 10,000. ഒരുവൻ 1000 ഇരുവർ 10,000 നേടും. When two people get together, we can bring 10,000 people to the kingdom of God. രണ്ട് വിശ്വാസികൾ ഒരുമിച്ചാൽ മതി 10,000 പേരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ നമുക്ക് കഴിയും. You must have the faith to do that. അത് ചെയ്യാനുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടായിരുന്നു. Abraham believed God, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, but Sarah was strengthened. എന്നാൽ സാറയാണ് ശക്തി പ്രാപിച്ചത്. Thousands of Abraham can believe, but only Sarah, if she is strengthened, she can produce laughter and faith. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് അബ്രഹാമാർ ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിനായി മക്കളെ ജനിപ്പിക്കാനുള്ള ശക്തി പ്രാപിച്ചത് സാറ മാത്രം. I know your IPC church, why didn't say hallelujah for that? Say hallelujah. സഭയാണല്ലോ, എന്തുകൊണ്ട് ഹല്ലേലൂയ പറയാത്തത്? ഞാൻ Why can't you say hallelujah? Hallelujah. I went to IPC church in Vijayawada, preaching to thousands of people, all IPC, they are raising hand and say hallelujah. IPC വിജയവാഡ സഭയിൽ പോയി ആയിരക്കണക്കിന് പേരുടെ യോഗത്തിന് വന്നിരുന്നു. അവരെല്ലാരും കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഉച്ചത്തിൽ ആർത്തു. I was preaching in Madurai for IPC convention, everybody say hallelujah. മധുരയിൽ IPC കൺവെൻഷൻ പ്രസംഗിച്ച് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. You may be in the Zoom meeting, say hallelujah. നിങ്ങൾ സൂം മീറ്റിംഗിലായാലും എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. Do you have the strength to say hallelujah? നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ശക്തി ദൈവം നൽകിയിട്ടുണ്ടോ? ഹല്ലേലൂയ. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. We are Pentecostal by saying hallelujah. അതെ, പെന്തക്കോസ്തുകാർ ആകയാൽ ഹല്ലേലൂയ പറയുന്നു. Even though you are in the Zoom meeting, say hallelujah. നിങ്ങൾ സൂം മീറ്റിംഗിലാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകരുത്. Because we are strengthened by the might of God. കാരണം നാം ദൈവശക്തിയാൽ ശക്തീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. Let the weak say I'm strong, but the poor say I'm rich. വലിയവൻ പറയട്ടെ, ഞാൻ ബലഹീനൻ ഞാൻ ശക്തനെന്ന് പറയട്ടെ ദൈവസന്നിധി. And I can say ദരിദ്രൻ ധനികനെന്ന് പറയട്ടെ. I can because my God can. എന്റെ ദൈവത്തിന് കഴിയുമെന്നത് കൊണ്ട് അത് എനിക്കും കഴിയും. All things are possible. സകലതും എനിക്ക് സാധ്യമാകും. Nothing is impossible with God. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല തന്നെ. No, nothing is impossible with me. അതുകൊണ്ട് തന്നെ എനിക്കും ഒന്നും അസാധ്യമാകയില്ല. Sarah was strengthened. സാറ ശക്തി പ്രാപിച്ചു. I want to tell you something. There are times, your family, you can feel everybody is weak, but you are strong. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബവും മറ്റുള്ളവർ എല്ലാവരും ബലഹീനരായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ശക്തി പ്രാപിച്ചവരായിരിക്കാൻ കഴിയും. You know about Abraham. നിങ്ങൾക്ക് അബ്രഹാമിനെ കുറിച്ച് അറിയാമല്ലോ. You may call him as a father of faith. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വാസത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നുണ്ടാകാം. But he went into the city of Abimelech, what he did. എന്നാൽ അബിമലേക്കിനെ കണ്ടപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? And he told his wife, you say you are a sister, you are my sister. തന്റെ ഭാര്യയെ ഒരു സന്ദർഭത്തിൽ അവൻ തന്റെ സഹോദരി എന്ന് വിളിച്ചു. Because that Abimelech took Sarah away to his palace. അത് നിമിത്തം അബിമലേക്ക് സാറയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. Who is strong? Tell me, who is strong? ആരാണ് ശക്തിയുള്ളവരെന്ന് പറഞ്ഞാട്ടെ. ആർക്കാ ശക്തിയുള്ളത്? ആരാണ് ശക്തിമത്ത്? How Sarah was strengthened to say, my God is well able to protect me. എന്നെ സംരക്ഷിക്കുവാൻ എന്റെ ദൈവ ശക്തനാണെന്ന് പറയാൻ തക്കോണം സാറയ്ക്കുള്ള ശക്തി എവിടെ നിന്ന് ലഭിച്ചു? You know, then God spoke to Abimelech in a dream and he sent her back to Abraham. അബിമലേക്കിനെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി സാറയെ അവൻ വേഗത്തിൽ അബ്രഹാമിന്റെ അടുക്കൽ തിരിച്ചയച്ചു. But I want to tell you something. ഒരു കാര്യം ഞാൻ പറയട്ടെ. When Lot was captured by the enemy, ലോത്ത് തന്റെ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടപ്പോൾ he went with 318 people to fight for him. തന്റെ സഹോദരനെ വിടുവിക്കാൻ വേണ്ടി അബ്രഹാം 300-ലധികം സേനാ നായകന്മാരുമായി ചെന്നു. If you are there, what you will say? നിങ്ങളായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ എന്ത് പറയുമായിരുന്നു? Abimelech took me, you didn't come to fight for me, but you're going for your relation to set him free. നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾ ഒരു ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ അവനെ വിടുവിക്കാൻ വേണ്ടി പോകുന്നു. You didn't do for me, but you did for your relation, Lot. നീ എന്നെ വിടുവിക്കാൻ വേണ്ടിയല്ല വന്നത്, നിന്റെ ബന്ധം ഓർത്ത് വന്നതാണ്. See how she was strong? എത്രത്തോളം അവൻ ശക്തനായിരുന്നു. How the Sarah was so strong. സാറ എങ്ങനെ ശക്തി പ്രാപിച്ചു? She didn't complain against her husband.
അവൾ എപ്പോഴെങ്കിലും ഭർത്താവിനെതിരെ പരാതിപ്പെട്ടുവോ? She was obedient to her husband. അവൾ എപ്പോഴും ഭർത്താവിനെ അനുസരിക്കുന്നവളായിരുന്നു. Even she called him Lord യജമാനെ എന്ന് അവനെ വിളിക്കുവാൻ തക്കവണ്ണം തന്നെ. because she was so humble. കാരണം അവൾ വളരെ താഴ്മയുള്ള സ്ത്രീയായിരുന്നു. I want to tell you something. In this 21st century, there is so much of fight is going between husband and wife. ഈ 21-ാം നൂറ്റാണ്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം വഴക്കുകൾ പതിവാണ്. Because the wife don't want to obey her husband. കാരണം ഒന്നേ ഉള്ളൂ, ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിക്കാൻ സമയമില്ല. Because they both are working and earning money. കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേർക്ക് വരുമാനമുണ്ട്. If a wife is earning a lot of money, ഭാര്യക്കാണ് അധിക ശമ്പളമെങ്കിൽ she tell her husband to cook food. അവൾ ഭർത്താവിനോട് പറയും, ചെന്ന് ആഹാരം ഉണ്ടാക്കൂ. There are times husband is cooking food, wife is working outside. പലപ്പോഴും ഭർത്താവ് ആഹാരം ഉണ്ടാക്കും, ഭാര്യ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. There are times you can do that, but your mind, your mentality in your heart, are you humble enough to say, Lord, you given me a wonderful husband, I'll obey him. ഒരുപക്ഷെ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം. കർത്താവിന് നന്ദി പറയണം. കർത്താവെ, നല്ല ഭർത്താവിനെ എനിക്ക് നൽകിയതിനായ സ്തോത്രം. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? She has trusted in the Lord. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവളാണ്. If you trusted in the Lord, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ you'll be a good wife. നിങ്ങൾ ഒരു നല്ല മനസ്സുള്ള ഭാര്യയായിരിക്കും. You'll be a good mother. നിങ്ങൾ ഒരു നല്ല അമ്മയായിരിക്കും. You'll be a good child of God. നിങ്ങൾ ഒരു നല്ല ദൈവ പൈതലായിരിക്കും. Blessed is the person who bring peace to the family. കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാരാണ്. The peace comes to the family through the wife in the family. കുടുംബത്തിലെ ഭാര്യയിലൂടെയാണ് കുടുംബ സമാധാനം വരേണ്ടത്. During the COVID time, you see so many husband and wife are going to the court for divorce. കോവിഡ് കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, അനേക ഭാര്യ ഭർത്താക്കന്മാരാണ് വിവാഹമോചനത്തിനായി കോടതിയിലേക്ക് പോയത്. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? No money, no love. പണമില്ലാത്ത ഇടത്ത് സ്നേഹവുമില്ല. If you are a holy woman, നിങ്ങളൊരു വിശുദ്ധ വനിതയെങ്കിൽ her trust is not in the husband, trust is in God. നിന്റെ ആശ്രയം നിന്റെ ഭർത്താവിലല്ല, കർത്താവിലായിരിക്കും. I know my God. എന്റെ ദൈവം ആരെന്ന് ഞാൻ അറിയുന്നു. He will supply all my needs according to riches in Christ Jesus. ക്രിസ്തുയേശുവിലുള്ള സമ്പത്തിനൊത്തവണ്ണം സകല ആവശ്യങ്ങളും അവൻ, എന്റെ സകല ബുദ്ധിമുട്ടുകളും അവൻ തീർത്തു തരും. He will help me all through the way. എന്റെ ജീവകാലം മുഴുവൻ എന്നെ അവൻ സഹായിക്കും. He will supply my need. അവൻ എന്റെ സകല ആവശ്യം പൂർത്തീകരിക്കും. My trust is not in the husband, my trust is in God. എന്റെ ആശ്രയം എന്റെ ഭർത്താവിലല്ല, എന്റെ ആശ്രയം കർത്താവിങ്കിൽ അത്രേ. So she was so humble. അവൾ വളരെ താഴ്മയുള്ളവളായിരുന്നു. Are you humble this morning? I'm asking a question. ഈ സായനത ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ താഴ്മയുള്ളവരാണോ? Everywhere we talk about corona, COVID. എല്ലായിടത്തും കൊറോണ, കോവിഡ് എന്ന ശബ്ദം മാത്രം കേൾക്കും. But do you know you have power to drive out every COVID-19 from your country? എന്നാൽ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് തന്നെ ഈ കോവിഡ് മഹാമാരിയെ തുരത്തിക്കളയാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Bible says like this. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, My people എന്റെ ജനം, who are called after my name, എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, if they humble themselves, തങ്ങളെ തന്നെ താഴ്ത്തി, if they turn from the wicked ways, തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ വിട്ട് തിരിയുന്നുവെങ്കിൽ, seek my face, എന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ, I'll hear from heaven. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് I bring healing to the land. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. Healing is in our hand, my sisters. പ്രിയ സഹോദരന്മാരെ, സൗഖ്യം നമ്മുടെ കരത്തിലാണുള്ളത്. Healing is in our hand. സൗഖ്യം നമ്മുടെ കരത്തിലാണുള്ളത്. Anything may fail, but your tears will never fail. ഏത് കാര്യം വേണോ നമ്മെ പരാജയപ്പെടുത്താം, പക്ഷെ നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. There is no money bank in heaven, only we have tear bank in heaven. നമുക്ക് സ്വർഗത്തിൽ പണം നിക്ഷേപമില്ല, മറിച്ച് നമ്മുടെ കണ്ണുനീരാണ് സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം. Every tear, a drop of tears come out of your eyes. God says, I will answer your prayers. നിങ്ങളുടെ കണ്ണിൽ നിറങ്ങുന്ന ഓരോ കണ്ണുനീരും കണ്ട് കർത്താവ് പറയുന്നു, പ്രിയമകളെ, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. He's a prayer answering God. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം തന്നെ. He'll wipe our tears. അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. During this COVID-19 period, ഈ COVID-19 കാലഘട്ടത്തിൽ I fasted for 100 days. ഞാൻ 100 ദിവസം ഉപവസിക്കാനിടയായി. You know why I fasted for 100 days? എന്തിനാ 100 ദിവസം ഉപവസിച്ചെന്നറിയാമോ? Lord, you said we take the serpent, walk on the scorpions. He will heal the sickness. Why can't we heal? കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ പാമ്പുകളെ തേളുകളെയും ചവിട്ടും രോഗികളെ സൗഖ്യമാക്കും. പിന്നെ എന്തുകൊണ്ട് ദൈവത്തിന് കൊറോണയെ സൗഖ്യമാക്കാൻ കഴിയില്ല? He's a lifeless creature. The COVID has no life for itself. തീർച്ചയായും ഇത് ജീവനില്ലാത്ത സംഭവമാണ്. കോവിഡിന് ജീവനില്ല.
Oh, no doctors can heal COVID. ഒരു ഡോക്ടർമാർക്കും കോവിഡിനെ സൗഖ്യമാക്കാൻ കഴിയില്ല തന്നെ. No medication can heal COVID. ഒരു മരുന്നിനും കോവിഡിനെ സൗഖ്യമാക്കാൻ കഴിയില്ല. No vaccine can heal COVID. ഒരു വാക്സിനും അതിന് കഴിയില്ല. But I want to tell you something. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, Jehovah Rapha, he will heal all your sickness. യഹോവ റാഫ, അവൻ നിങ്ങളുടെ സകല രോഗത്തിനും സൗഖ്യദായകനാണ്. And we are healed by the stripes of Jesus Christ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. After my prayer, എന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, I am not boasting, I want to tell you a testimony. ഞാൻ വെറുതെ പൊങ്ങച്ചം പറയാമെന്ന് കരുതരുത്, എന്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. Nearly 7 people at the point of death, God healed them. COVID-19. മരണക്കിടക്കയിലായിരുന്ന, കോവിഡ് ബാധിച്ച് മരണക്കിടക്കയിലായിരുന്ന 7 പേർ അത്ഭുത സൗഖ്യം പ്രാപിച്ചെഴുതി. Miracle is normal, my friend. Miracle is normal. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണയാണ് പ്രിയ സ്നേഹിതരെ. Our God is still a miracle working God. നമ്മുടെ ദൈവം ഇപ്പോഴും അത്ഭുതം ചെയ്യുന്ന ദൈവം തന്നെയാണ്. If you humble yourself, നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തുമെങ്കിൽ, turn from your wicked ways, നിങ്ങളുടെ ദുഷ്ടപ്രവൃത്തികളെ വിട്ട് നിങ്ങൾ തിരിയുമെങ്കിൽ, seek the face of God, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, and pray, പ്രാർത്ഥിക്കുമെങ്കിൽ, He will give healing to our land. നിശ്ചയമായി നമ്മുടെ ദേശത്തിന് അവൻ സൗഖ്യം നൽകി തരും. More prayer, more power. അധികം പ്രാർത്ഥിക്കുമ്പോൾ അധിക ശക്തി ലഭിക്കും. Less prayer, less power. കുറഞ്ഞ പ്രാർത്ഥനയ്ക്ക് കുറഞ്ഞ ശക്തിയേ ഉള്ളൂ. No prayer, no power. പ്രാർത്ഥനയില്ലയോ ഒരു ശക്തിയുമില്ല. Your power is in prayer, my friend. നിങ്ങളുടെ ശക്തി പ്രിയ സ്നേഹിതരെ പ്രാർത്ഥനയിൽ മാത്രമായി. When you kneel down, നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ, you can bind arrest every demonic activities. സകല പൈശാചിക പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ബന്ധിച്ച് മാറ്റുവാൻ കഴിയും. God shall give you power to loose and bind. കർത്താവ് പറയുന്നു, അഴിപ്പാനും കെട്ടുവാനും നിങ്ങൾക്കുള്ള ശക്തി ഞാൻ തരും. You can loose the patient and can bind the devil. നിങ്ങൾക്ക് രോഗികളെ അഴിച്ചുവിടുവാനും അതിന്റെ പൈശാചിക ശക്തിയെ ബന്ധിക്കുവാനും കഴിയും. One brother Sam is in Sweden, 120 days, both his lungs paralyzed. One prayer through telephone and he was started to sing a song now. സ്വീഡനിലുള്ള സാം എന്നുള്ള ബ്രദർ 120 ദിവസമായി തന്റെ ശ്വാസകോശമൊക്കെ മരവിച്ച അവസ്ഥയിലായിരുന്നു. ടെലിഫോണിലൂടെ ഒറ്റ പ്രാർത്ഥനയുള്ള അദ്ദേഹം ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് പാടുവാൻ തുടങ്ങി. Our God is a prayer answering God. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നെയാണ്. I want every one of you a healing preacher this time. നിങ്ങൾ ഈ കേൾക്കുന്ന സകല രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നവരായി തീർന്നു. ഞാൻ receive power from above to heal the sick. രോഗികളെ സൗഖ്യമാക്കാനുള്ള രോഗശാന്തിയുടെ വരം കൃപ നിങ്ങൾ പ്രാപിച്ചുകൊള്ളണം. Say hallelujah. Hallelujah. Say hallelujah. Yes, Hallelujah. you can because God can. ദൈവത്തിന് കഴിയുമോ? നിശ്ചയമായി നിങ്ങളെ കൊണ്ടത് കഴിയും. കാരണം ദൈവത്തിന് അത് കഴിയും. You have to humble yourself. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊള്ളണം. We read in the Bible, Genesis chapter 24. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. We read about Rebecca. അവിടെ റെബേക്കയെ കുറിച്ച് കാണും. When Eliezer picked her up to take her to her bridegroom Isaac. ഇസാക്ക് എന്ന വരന് വേണ്ടി ഒരു വധുവിനെ അന്വേഷിച്ചാണ് എലിയാസർ പോയത്. When she saw Isaac, എന്നാൽ ഇസാക്കിനെ കണ്ട ഉടൻ തന്നെ she alighted from the camel. അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി എന്ന് എഴുതിയിരിക്കും. To climb the camel you must use a ladder. ഒരു ഒട്ടകപ്പുറത്ത് കയറണമെങ്കിൽ ഒരു ഏണിയുടെ സഹായം കൂടിയേ തീരും. When we saw Isaac, she jumped from the camel. എന്നാൽ ഇസാക്കിനെ കണ്ട ഉടൻ തന്നെ ഈ സഹോദരി ഒട്ടകപ്പുറത്ത് താഴേക്ക് ചാടി ഇറങ്ങി. You know why she jumped from the camel? എന്തുകൊണ്ടായിരിക്കും അവൾ ഒട്ടകത്തിൽ താഴേക്ക് ചാടിയത്? To give respect to her future husband. തന്റെ ഭാവി വരനാകാൻ പോകുന്ന വ്യക്തിയോടുള്ള ബഹുമാന നിമിത്തമാണ്. How many of you are humble enough to give respect to your own husband? നിങ്ങളുടെ സ്വന്തം ഭർത്താവിനോട് ഇത്രത്തോളം ബഹുമാനം കാണിക്കുന്നവർ എത്ര പേരുണ്ട് നിങ്ങളിൽ? All our grandmas won't even mention the name of her husband. നിങ്ങൾക്കറിയാമോ, നമ്മുടെ അമ്മമാരൊന്നും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ പേര് നേരെ പറയില്ലായിരുന്നു. Now they call the husband Eda. They will call you Vada, Poda, Eda. That kind of situation we are living now. ഇപ്പൊ നാം ജീവിക്കുന്ന അവസരത്തിലെല്ലാം വാടാ പോടാ എടാ പോടാ വിളികളായി കഴിഞ്ഞു. No, my friend, when you're humble enough, you love your husband, you'll obey your husband, you cherish, and you'll be a humble wife for your husband. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി നിങ്ങളുടെ ഭർത്താവിനെ മാനിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. സന്തോഷം. God is building the church. ദൈവം തന്റെ സഭയെ പണിയുകയാണ്. And the church is built by people and families. സഭ വളരുന്നത് ജനങ്ങളിലൂടെ, കുടുംബങ്ങളിലൂടെയാണ്. What is the command God has given to the husband?
ദൈവം ഭർത്താക്കന്മാർക്ക് കൊടുത്ത കൽപ്പന എന്താണ്? Love your wife. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. What the command God gave to the husband, wife? What the command God gave to the wife? എന്നാൽ ദൈവം ഭാര്യമാർക്ക് നൽകിയ കൽപ്പന എന്താണ്? You are to obey your husband. നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കണം. If you can't obey the husband you see every day, how you will obey God whom you have never seen? നിങ്ങൾ കാണുന്ന ഭർത്താവിനെ നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നിങ്ങൾ എങ്ങനെ അനുസരിക്കാമെന്നാണ് കരുതുന്നത്? Humble yourself on the mighty hand of God. ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തിന് കീഴിൽ നിങ്ങൾ തന്നെ താണിരിക്കണം. God will raise you up. എങ്കിൽ നിങ്ങളെ ദൈവം ഉയർത്തും. God will pick you up and raise you up. ദൈവം നിങ്ങളെ ഉയർത്തും, നിങ്ങളെ മാനിക്കും. When you read 18th chapter of Genesis and 19th chapter of Genesis, there are two different activities we can see. ഉൽപ്പത്തി 18-19 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. Angel came into the house of the Abraham. അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൂതന്മാർ വരുന്നു. It was a midday. അത് നട്ടുച്ച സമയമാണ്. You know what Abraham told to Sarah? അബ്രഹാം സാറയോട് എന്ത് പറഞ്ഞെന്നറിയാമോ? Make 60 bread. 60 അപ്പം ഉണ്ടാക്കണം. No microwave. അവിടെ മൈക്രോവേവ് ഇല്ല. There is no fire. അവിടെ തീയില്ല. And it is like a middle of the Sunday, midnight, midday. നട്ടുച്ച സമയത്താണ് ഇവർ വന്നത്. She doesn't know who is the guests in the house. ഈ വന്നിരിക്കുന്ന അതിഥികൾ ആരെന്ന് പോലും അറിയില്ല. But she was obedient. എന്നാൽ സാറ അനുസരണമുള്ളവളായിരുന്നു. She made the bread. അവൾ അപ്പം ഉണ്ടാക്കി. Because you are obedient to husband, അവൾ തന്റെ ഭർത്താവിനെ അനുസരിച്ചത് കൊണ്ട് God asked a question. ദൈവം ഒരു ചോദ്യം ചോദിച്ചു. Where is Sarah? സാറ എവിടെ? Where is Sarah? നിന്റെ ഭാര്യ സാറ എവിടെ? That's the day God blessed Sarah. She gave you power to conceive a baby. ഒരു പൈതലിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് ശക്തി പ്രാപിച്ച ദിവസമായിരുന്നു ആ ദിവസം. ദൈവം സാറെ അനുഗ്രഹിച്ചു. How she did that? എങ്ങനെയാണ് അവൾ നേടിയത്? She was humble. അവൾ തന്റെ താഴ്മയിലൂടെ നേടിയെടുത്തു. Anyone who is humble this evening, God is going to bless you, my friend. ഞാൻ പറയട്ടെ, ഈ സായാഹ്നത്തിൽ നിങ്ങൾ ആരൊക്കെ താഴ്മയുള്ളവരാണോ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. If you are obedient to your husband, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിപ്പിൻ. if you respect him, നിങ്ങൾ അവനെ അനുസരിക്കണം. the Bible says you will be a daughter of Sarah. ബൈബിൾ പറയുന്നത് നിങ്ങൾ സാറയുടെ മക്കളല്ലോ. What is the meaning of Sarah? ഈ സാറ എന്നതിന്റെ അർത്ഥം എന്താണ്? Princess. രാജകുമാരി എന്നാണ് അർത്ഥം. So you are also a Rajakumari. നിങ്ങൾ എല്ലാവരും രാജകുമാരികളാണ്. If you obey husband, you are Rajakumari. നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ രാജകുമാരികൾ തന്നെയാണ്. God is calling every one of you, my friend, to build a holy family, sanctified family. Oh, that God is building the church. They are a part of the great church God is building. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധ, നിങ്ങളുടെ നല്ല കുടുംബത്തെ വളർത്തിയെടുക്കുവാനാണ്. അതിലൂടെ ദൈവം തന്റെ സഭയെ വളർത്തുവാൻ വേണ്ടിയാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. Are you a holy woman of God? നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയുള്ള വനിതയാകുന്നു. You heard about Job's wife? നിങ്ങൾ ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച് കേട്ടിരിക്കും. Everything, his children are dead. അവരുടെ മക്കളൊക്കെ മരിച്ചുപോയി. And all the cattle and camels, everything is dead. അവരുടെ കന്നുകാലികൾ, കൊട്ടകങ്ങളൊക്കെ മോഷണം പോയി. But Job worshipped God. എങ്കിലും ഇയ്യോബ് ദൈവത്തെ ആരാധിച്ചു. He said, my Redeemer lives. അവൻ പറഞ്ഞു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ. Even though slay me, yet I trust you. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനിൽ പ്രത്യാശിക്കും. ഞാൻ അവനെ കാത്തിരിക്കും. God knows the way I go through. ഞാൻ പോകുന്ന വഴി ദൈവം അറിയുന്നു. After tested and tried, I'll come forth as gold. ഈ പ്രയാസങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ സ്വർണം പോലെ തിളക്കമുള്ളവനായി തിരിച്ചു വരും. What a wonderful husband with a faith and trust in God. ദൈവത്തിൽ എത്ര നല്ല വിശ്വാസവും പ്രത്യാശയുമുള്ള നല്ലൊരു ഭർത്താവായിരുന്നു അത് നോക്കണേ. I think about Job's wife. എന്നാൽ ഇയ്യോബിന്റെ ഭാര്യയോ? When he was a very rich man, she was enjoying all the luxury of life. ഇയ്യോബ് വലിയ ധനികനായിരുന്നപ്പോൾ അവൾ അതിന്റെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ചവളാണ്. With a little bit of problem in her life, നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, you know what she said? അവൾ എന്ത് പറയും? Curse God and die. നിനക്ക് ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് ശപിച്ച് നിനക്ക് മരിച്ചുകൂടെയോ? You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? Hardiness of the spirit. Her heart is very hard, hardened spirit. കാഠിന്യമേറിയ ഹൃദയവും കാഠിന്യമേറിയ ആത്മാവും. How many of you are like that?
നിങ്ങൾ എത്ര പേർ അങ്ങനെയാണ്? When everything well with you, you say, praise the Lord, praise the Lord, praise the Lord, hallelujah. എല്ലാം നന്നായിരിക്കുമോ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. Something wrong in your എന്തെങ്കിലും ചെറിയ life, some കാര്യം problem in your തടസ്സപ്പെട്ടാൽ, life, ജീവിതത്തിൽ ചെറിയ everything എന്തെങ്കിലും will പ്രശ്നങ്ങൾ നേരിട്ടാൽ, my worship is virde, my Bible reading is virde, why I serve God? എന്റെ ആരാധന ഇത്രയും വെറുതെ ആയല്ലോ, ഞാൻ ബൈബിൾ വായിച്ചിട്ട് എന്ത് ഗുണം, ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് ചെയ്യാൻ, I don't want to worship God anymore. ഇനി ഞാൻ അങ്ങോട്ട് ആരാധനക്കൊന്നും വരുന്നില്ല. So many are backslidden during this COVID-19. ഈ കോവിഡ് കാലത്ത് അനേക പിന്മാറ്റക്കാരെ ഞാൻ കാണുന്നു. Job's wife was like that. ഇയ്യോബിന്റെ ഭാര്യ അതുപോലെയായിരുന്നു. But Job had a wonderful faith and confidence in God. എന്നാൽ ഇയ്യോബിന് വളരെ ശക്തമായ വിശ്വാസവും പ്രത്യാശയും ദൈവത്തെങ്കിൽ ഉണ്ടായിരുന്നു. I want to tell you something, behind a great man, always a great woman. ഞാൻ പറയട്ടെ, നല്ലൊരു മനുഷ്യന്റെ നല്ല ഭാര്യയായി നല്ല സഹോദരിയായി നിങ്ങളായിരിക്കും. So when your husband is going forward with the Lord, നിങ്ങളുടെ ഭർത്താവ് ദൈവത്തിനോടൊപ്പം മുന്നോട്ട് പോകുമ്പോൾ don't discourage him. ഒരിക്കലും അവനെ അധൈര്യപ്പെടുത്തരുത്. You are the most powerful motivators in this world. ഈ ലോകത്തിൽ അവന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മോട്ടിവേറ്റർ തന്റെ ഭാര്യയായിരിക്കും. Don't pull him down, lift him higher. ഒരിക്കലും ഭർത്താവിനെ വലിച്ച് താഴെയിടാൻ നോക്കരുത്, എപ്പോഴും അവനെ ഉയർത്തുവാൻ ശ്രമിക്കണം. Stamp the devil and lift Jesus higher. പിശാചിനെ ചവിട്ടി താഴെയിടണം, യേശുവിനെ നാം ഉയർത്തണം. Because God is with you. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. Nothing will shake you. നിങ്ങളെ ഒന്നും തന്നെ ബാധിക്കയില്ല. When God is for you, who can be against you? ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? When God justified you, who can condemn you? ദൈവം നിങ്ങളെ നീതീകരിച്ചെങ്കിൽ നിങ്ങളെ ന്യായം വിധിക്കുന്നവൻ ആര്? Who will separate you from the love of God? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആര് വേർപിരിക്കും? You are more than a conqueror in Christ Jesus. നാം കർത്താവിന് വേണ്ടി ജയാളികളായി തീർന്നിരിക്കുന്നു. So humble yourself under the mighty hand of God. He will raise you up in due time. നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയുള്ള കരത്തിൽ താണിരിക്കുന്നുവെങ്കിൽ തക്ക കാലത്ത് അവൻ നിങ്ങളെ ഉയർത്തും നിശ്ചയം. There are times people follow God for earthly blessing. ഭൗമിക അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ പിന്തുടരുന്ന ജനങ്ങളുണ്ട്. I travel to many countries. I see people worship God for 5 things. ഞാൻ ഈ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴൊക്കെ അവിടെ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രധാനമായ 5 കാര്യങ്ങൾ കാണുന്നതാണ് ഞാൻ കണ്ടെത്തിയത്. Number 1, marriage, husband and wife. ഒന്ന്, വിവാഹം നടക്കണം, നല്ല ഭാര്യ നല്ല ഭർത്താവിനെ കിട്ടണം. Number 2, 2 children, 1 boy and 1 girl. രണ്ടാമത് 2 മക്കൾ വേണം, ഒരു ആൺകുഞ്ഞു ഒരു പെൺകുഞ്ഞു. Number 3, 3 bedroom house. മൂന്നാമത്തെ കാര്യം ഒരു 3 ബെഡ്റൂമുള്ള വീട് വേണം. Number 4, 4-wheeler. 4, ഒരു കാറ് വേണം. Number 5, 5-figure salary. അഞ്ചാമത് 5 അക്ക ശമ്പളം വേണം. That's all. That's our request, prayer request. ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ പ്രാർത്ഥനാപേക്ഷകൾ. If God don't give you all these requests, He will quit God and give up on God. ഈ ആവശ്യങ്ങളെല്ലാം ദൈവം നൽകിയില്ലെങ്കിൽ ദൈവത്തെ തള്ളി പുറത്താക്കിയിട്ട് ഇവരുടെ വഴിക്കങ്ങ് പോകും. I want to really something, seek the kingdom of God. All these things will be added unto you. ഞാൻ പറയട്ടെ, മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കും, ഇവയെല്ലാം നിങ്ങൾക്ക് ദൈവം നൽകി തരും. But the saints of God said, silver and gold we don't have, but you have something to give to you in the name of Jesus. Rise up and walk. ദൈവദാസന്മാർ പറഞ്ഞല്ലോ, സ്വർണ്ണവും വെള്ളിയും ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കൊന്നും നിങ്ങൾക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. In India, our Prime Minister Modi has brought cashless transaction. ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കാഷ്ലെസ് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But do you know who brought cashless transaction in the Bible? എന്നാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പണമില്ലാതെ കൈമാറ്റം നടത്തിയത് ആരെന്നറിയാമോ? 600 people. Most were leading the 600 people in the wilderness. God never gave him 10 rupees. മോസസ്. Yes, Moses. He was leading 600,000 people in the wilderness. മരുഭൂമിയിൽ മോശ 6 ലക്ഷത്തോളം ജനത്തെ നയിച്ചുകൊണ്ടുവരികയാണ്. But he never gave him money. അവർക്ക് വേണ്ടി ദൈവം ഒരു പണവും കൊടുത്തില്ല. But God everything. പക്ഷെ അവരുടെ സകല ആവശ്യം ദൈവം പൂർത്തീകരിച്ചു. Jesus fed 5,000 people. യേശു 5000 പേരെ പോഷിപ്പിച്ചു. He had no money in his hands. തന്റെ കയ്യിൽ ഒരു പണവും ചെലവാക്കിയില്ല, ഇല്ലായിരുന്നു. Yeah, a little boy's breakfast became food for 5,000 people. ചെറിയ ബാലന്റെ പ്രഭാത ഭക്ഷണമാണ് 5000 പേർക്കുള്ള സമ്പുഷ്ടമായ ആഹാരമായി തീർന്നത്. Don't think only money is a blessing of God in your life. പണം മാത്രമേ അനുഗ്രഹമുള്ളൂ എന്ന് ഒരിക്കലും നിങ്ങൾ ദൈവമായി ചിന്തിക്കരുത്. ദൈവികമായി what money could not do, but God can do. പണത്തിന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. God can give joy unspeakable, full of glory. ദൈവമഹത്വത്താൽ നിറഞ്ഞ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നൽകുവാൻ ദൈവത്തിന് കഴിയും. He can give peace passes all understanding. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നൽകുവാൻ ദൈവത്തിന് കഴിയും. He can change your sorrows into joy. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കുവാൻ ദൈവത്തിന് കഴിയും. He can change the mourning into dancing. നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി അവൻ മാറ്റും. He can change your failure to success.
നിങ്ങളുടെ പരാജയങ്ങൾ അവൻ ജയമാക്കി തീർക്കും. He can change the shame into double honor. നിങ്ങളുടെ അപമാനത്തെ അവൻ മാനമാക്കി ഇരട്ടി മാനമാക്കി. All these blessings can come from God, my friend. പ്രിയ സ്നേഹിതരെ, ഈ അനുഗ്രഹമെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നത്. He is a still miracle working God. അവൻ ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്ന നല്ല കർത്താവാണ്. What you in your hand, God can multiply it. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ദൈവത്തിന് വർദ്ധിപ്പിച്ചു തരുവാൻ കഴിയും. Our still a God yesterday and today forever unchanging God. നമ്മുടെ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ മാറ്റമില്ലാത്ത ദൈവം തന്നെയാണ്. You know, when you come to Judges chapter 13 verse 22, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വന്നാൽ, the angel appeared unto Manoah's wife. മനോഹയുടെ ഭാര്യയുടെ മുന്നിൽ ദേവദൂതൻ പ്രത്യക്ഷനായി. And Manoah said, I want angel to come before me and tell me what he said to you. നിന്നോട് പറഞ്ഞ ദൂതൻ എനിക്ക് കാണിച്ചു തരണം, അവൻ എന്താണ് നമ്മോട് പറയുന്നതെന്ന് എനിക്ക് കേൾക്കണമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. The same thing. ഇതേ കാര്യം തന്നെ. And same thing happened. Angel appeared unto Manoah. ഇതേ കാര്യം തന്നെ സംഭവിച്ചു. ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും മുന്നിൽ പ്രത്യക്ഷനായി. You know what Manoah said? മനോഹ എന്ത് പറയുന്നെന്ന് അറിയാമോ? Oh, we seen the Lord, we will die. അയ്യോ, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. You know what the wife said? ഭാര്യ എന്താ പറഞ്ഞത്? God didn't come to our house to kill us. നമ്മെ കൊല്ലുവാൻ ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് വരുമോ? If God wanted to kill us, he won't accept our sacrifice. അവൻ നമ്മെ കൊല്ലുമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുമോ? God came family to bless us. ദൈവം ഈ കുടുംബത്തിലേക്ക് വന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. Do you have a word of faith in your tongue? നിങ്ങളുടെ നാവിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് തന്നെ പുറപ്പെടണം. Do you have a word of faith in your tongue? നിങ്ങളുടെ നാവുകളിൽ ഇങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉണ്ടോ? Speak the word. ഈ വചനം നിങ്ങൾ പ്രസ്താവിക്കണം. Speak the word. What you confess, you possess. നിങ്ങളുടെ ഉള്ളിൽ എന്താണുള്ളത് അതാണ് നിങ്ങൾ ഏറ്റു പറയുന്നത്. My God is a healer. എന്റെ ദൈവം രോഗസൗഖ്യം നൽകുന്നവനാണ്. My God is a deliverer. എന്റെ ദൈവം വിടുവിക്കുന്നവനാണ്. My God is a supplier all my needs. എന്റെ സകല ആവശ്യം പൂർത്തീകരിക്കുന്ന നൽകുന്ന Yehova Shammah, Yehova Rapha. അവൻ യഹോവ ശമ്മി, യഹോവ റാഫയും അത്രേ. And Yehova Nissi, God will do my battle. അവൻ യഹോവ നിസിയാണ്, അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Even a mother may forget a child, my God will never forget me. ഒരമ്മ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഈ കർത്താവ് നിങ്ങളെ മറക്കുകയില്ല. There's a promise God has given to you. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തം അത്രേ. Sarah trusted in God. She believed well. My God is well able to do what he said. സാറ ദൈവത്തിൽ ആശ്രയിച്ചു, താൻ ഇങ്ങനെ വിശ്വസിച്ചു, ദൈവം പറയുന്നത് നിവർത്തിപ്പാൻ ശക്തനാകുന്നു എന്ന് സാറ വിശ്വസിച്ചു. Hallelujah. Hallelujah. And you have to do good. You do well. You must do something beautiful for God. നിങ്ങളും ഇതുപോലെ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഭംഗിയുള്ളതും മനോഹരമായതുമായിരിക്കും. Now God is talking to me. ദൈവം എന്നോട് പറയുന്നു, On the final judgment day, അന്ത്യ ന്യായവിധി നാളിൽ I have five questions. And he said, I was hungry, you fed me not. 5 ചോദ്യങ്ങളാണ് കർത്താവ് ചോദിച്ചത്. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. I was naked, you never clothed me. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. And I was sick, you never visited me. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. And I was a stranger, you never accepted me. ഞാൻ ഒരു അപരിചിതനായിരുന്നു, അനാഥനായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. Depart from me, depart from me. ആകയാൽ എന്നെ വിട്ടുപോകുവിൻ. My friend, I want to tell you something. You can do something beautiful for God. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ മനോഹരമായി ചെയ്യാൻ കഴിയും. Thousands and thousands of people are starving right now in this world. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് ജനമാണ് ഇന്ന് പട്ടിണി കൊണ്ട് വിശന്നിരിക്കുന്നത്. Spiritually, physically, people are dying. ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ജനം മരിക്കുന്നു. And when thousands of people never heard the gospel once, what right you? ആയിരക്കണക്കിന് ജനം സുവിശേഷം എന്തെന്നോ തങ്ങളുടെ രക്ഷകനായിരുന്നു ഇതുവരെ കേട്ടിട്ടില്ല. God is seeking for a man to stand in the gap and build the hedge around the city. ദേശത്തിൽ വരുന്ന അനർത്ഥങ്ങൾക്ക് എതിരായി അതിന്റെ ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുകയാണ്. You know what God said? I can't find a man. ദൈവം പറയുന്നത്, ഞാൻ അന്വേഷിച്ചു, പക്ഷേ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയില്ല. Millions of people in the world, God say, I can't find a man. ലക്ഷക്കണക്കിന് ജനമുള്ളവരുടെ ദൈവം പറയുന്നു, അതെ, എനിക്ക് ദൈവത്തെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. You know what I said? ഞാൻ പറഞ്ഞു എന്തെന്നറിയാമോ? God, if you can't find a man, you can find a woman. കർത്താവ്, അങ്ങേക്ക് ഒരു പുരുഷനെ കണ്ടെത്താനായാലും ഒരു സ്ത്രീയെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. I want to tell you something. Thousands of people are not destroyed, but because somewhere a grand
the Lord. Thousands and thousands of people are dying because there is no one to cry for them. And thousands of people are saved because somebody is crying to God. ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി കരയുവാൻ ആരുമില്ലാത്തതിനാൽ നശിച്ചു പോകുന്നു. അതേ പക്ഷത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി കരയുവാൻ ഒരാളുള്ളത് കൊണ്ട് രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് വരും. God is seeking for a man. ദൈവം ഒരു മനുഷ്യന് വേണ്ടി അന്വേഷിച്ചു. Can't find a man. പക്ഷേ ഒരു പുരുഷനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. But God can find you, my friend, this day to be a person standing in the gap, building the hedge around the city. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തിയായി ദൈവം നിങ്ങളെ അന്വേഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ കണ്ടെത്തും. Ezekiel chapter 14 says like this. യെഹെസ്കേൽ 14 അധ്യായം ഇങ്ങനെ പറയുന്നു. Son of man, when the land sinneth against me by trespass grievously, then I will stretch out my hand upon and will break the stuff of bread, therefore, and will send famine upon it and will cut off man and the beast. ഞാൻ അപ്പമെന്ന കോലിനെ ഒടിച്ചിരിക്കെ ദേശത്ത് ക്ഷാമം വന്നിരിക്കെ നിങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് കടന്നു പോകുമെന്ന് ദൈവം ചോദിക്കും. And God says, if there is Noah and Daniel and Job, I will save them. അവിടെ നോഹയും ദാനിയേലും ഇയ്യോബും ഉണ്ടെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കും. And see, God needs a person called Noah in the generation. നമ്മുടെ തലമുറയിൽ നോഹയെ പോലെ ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. Because we are in the time of Noah. കാരണം നാം ഇപ്പോൾ നോഹയുടെ കാലത്തെന്ന പോലെ എത്ര ജീവിക്കുന്നത്. And God was grieved for creating man. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു എന്ന് നാം വായിക്കുന്നു. Because they got no time for God. കാരണം ഇപ്പൊ മനുഷ്യന് ദൈവത്തിന് വേണ്ടിയുള്ള സമയമില്ല. They are eating and drinking and merrymaking life. അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും മാത്രം ചെയ്യും. But God was seeking for one man. എന്നാൽ ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു. God found one man, his name is Noah. ഒരുവനെ കണ്ടെത്തി, അവന്റെ പേര് നോഹ എന്നായിരുന്നു. He was a righteous man in that generation. അവൻ ആ തലമുറയിൽ നീതിയുള്ള മനുഷ്യനായിരുന്നു. In this generation, God is seeking for one man like Noah. നോഹയെ പോലെ ഒരു വ്യക്തിയാണ് ഈ തലമുറയിൽ ദൈവം അന്വേഷിക്കുന്നത്. God said, I'm going to destroy the nation. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. To save you, you build an ark. അതുകൊണ്ട് നീ വേഗത്തിൽ ഒരു പെട്ടകം പണിയാണ്. It's only for you and your family. അത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടിയുള്ളതായിരിക്കണം. But think about Noah. അപ്പൊ നോഹയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കണേ. He didn't keep the safety and security only for himself. അവൻ തനിക്ക് വേണ്ടി മാത്രമല്ല സുരക്ഷിതത്വം ഉണ്ടാക്കിയത്. He started to preach the gospel. അവൻ ദൈവത്തെ കുറിച്ചുള്ള സുവിശേഷം പറയാൻ തുടങ്ങി. Here are 2-letter theology, repent, the rain will come. അവനെ 2 വാക്യമുള്ള സുവിശേഷത്തിൽ മാനസാന്തരപ്പെടുക, മഴ വരുന്നേ. You don't know Old Testament theology, New Testament theology. Only you have 2-letter theology, repent, the rain will come. അവന് പഴയ നിയമ പുതിയ നിയമ വ്യത്യാസമൊന്നുമില്ല, തിയോളജി അവൻ അറിയില്ല. 2 വാക്കേ പറയാനുള്ളൂ, മഴ വരുന്നേ, മാനസാന്തരപ്പെട്ടോ. You know how many years he preached that gospel? എത്ര വർഷമാണ് ഈ സുവിശേഷം നോഹ പ്രസംഗിച്ചെന്ന് അറിയാമോ? 120 years. 120 വർഷക്കാലം. And he preached that gospel. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? But God, they don't want to come. Even now, this time, people don't want to come. We are preaching through internet. We are preaching through TV. We are preaching through all kind of media. We are using it, but people don't want to come. ഇപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ, ടിവിയിലൂടെ, ലഭിക്കുന്ന സമയത്തിലൂടെ നാം ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. പക്ഷെ ജനം വരുന്നില്ല. It is true, my friend. Rain came down and the ark started to float. സത്യമാണ് പ്രിയമുള്ളവരെ, മഴ പെയ്തു, പെട്ടകം ഉയരുവാൻ തുടങ്ങി. Everybody said, Noah, let us in. Noah, let us in. എല്ലാവരും വന്ന് പറഞ്ഞു, നോഹയെ ഞങ്ങളെ കൂടെ അകത്തേക്ക് കടത്തിയാലും ഞങ്ങളെ കൂടെ അകത്ത് കടത്തണം. You know what Noah said? നോഹ എന്ത് പറഞ്ഞെന്ന് അറിയാമോ? No key, no key. ഇല്ല, താക്കോലില്ല, താക്കോൽ എന്റെ കയ്യിലല്ല. Because the keys are. കാരണം പെട്ടകത്തിന്റെ വാതിൽ ദൈവമാണ് അടച്ചത്. Even now, I want to tell you something. ഞാനൊരു കാര്യം പറയട്ടെ. We are preaching this gospel every day, COVID or no COVID. And the churches are locked down. Still, we are preaching the gospel. What is the gospel? Please repent. Jesus is coming back again. കോവിഡ് ആകട്ടെ, ലോക്ക്ഡൌൺ ആകട്ടെ, നാം സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് നമ്മുടെ സുവിശേഷം? മാനസാന്തരപ്പെടുക, യേശു വേഗം വരും. And he is coming very soon. അവൻ അതിവേഗത്തിൽ യേശു വരും. If we don't go, who will go? നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും? If we don't preach, who will preach? നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രസംഗിക്കും? Will you meet God empty-handed? നിങ്ങൾ വെറും കൈയോടെയാണോ ദൈവത്തെ നേരിടുവാൻ പോകുന്നത്? When you want to go through a grief channel in heaven, you must have a soul in your hand, my friend.
നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഗ്രീൻ ചാനൽ വഴി പ്രവേശിക്കണമോ, നിങ്ങളുടെ കൈവശം ഒരു ആത്മാവെങ്കിലും ഉണ്ടായിരിക്കണം പ്രിയ സ്നേഹിതൻ. Now or never. This is the hour you got to preach the gospel. ഇന്നല്ലെങ്കിൽ ഒരിക്കലുമില്ല, സുവിശേഷം പറയാനുള്ള സമയം ഇതാകുന്നു. As in the times of Lot, it shall be now. ലോത്തിന്റെ കാലം പോലെയാകും നമ്മുടെ കാലം. What happened in the city of Sodom and Gomorrah? എന്ത് പറ്റി സോദോം ഗോമോറ പട്ടണത്തിന്? The angels came to the city to destroy the city. പട്ടണം നശിപ്പിക്കാൻ ദൂതന്മാർ ഇറങ്ങി വന്നു. But they were seeking for a man. എന്നാൽ അവർ ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. They found Lot as a righteous man. അവിടെയുള്ള നീതിമാനായ മനുഷ്യനായി ലോത്തിനെ കണ്ടെത്തും. And he went worshipped those angels and told them to come into the house. അവൻ ഈ ദൂതന്മാരെ സ്വീകരിച്ച് ഭവനത്തിലേക്ക് ക്ഷണിച്ചു. When he saw the house of Abraham, Sarah was cooking the food. അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നപ്പോൾ സാറ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. But when he come to this 19th chapter, Lot was cooking food. എന്നാൽ 19-ാം അധ്യായത്തിൽ നാം കാണുന്നത് ലോത്താണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. What happened to Lot's wife? ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുകയായിരുന്നിരിക്കും? She may went for sightseeing or shopping. അവരൊരു പക്ഷേ ഷോപ്പിങ്ങിനോ സ്ഥലം കാണുവാനോ പോയതായിരിക്കും. Now I see ladies are going for shopping and sightseeing. എനിക്കറിയാം ഇന്ന് അനേക സഹോദരന്മാർ ഇങ്ങനെ ഷോപ്പിങ്ങിനും സൈറ്റ് സീയിങ്ങിനും പോകുന്നവരുണ്ട്. They are very happy church is locked down. അവർ വലിയ സന്തോഷത്തിലാണ്, കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് സഭയിൽ പോകണ്ടല്ലോ. They have online service, but they are sleeping and watching the online service. ഓൺലൈൻ സർവീസ് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങിയിരുന്നത് കാണുന്നു. They are doing cooking and eating, then watching online service. അവർ ആഹാരം ഉണ്ടാക്കുന്നു, അതോടൊപ്പം കഴിക്കുന്നു, അതോടൊപ്പം ആരാധനയിലും പങ്കെടുക്കുന്നു. Very easy, life is very easy. വളരെ എളുപ്പമായി നമ്മുടെ ജീവിതം ഇക്കാലത്ത്. I want to tell you something, my friend. You ought to enter into the narrow gate. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, ഇടുക്ക് വാതിലൂടെ തന്നെ നമുക്കെല്ലാം പോകേണ്ടി വരും. With much tribulation, we enter into the gate of heaven. വലിയ പ്രയാസങ്ങൾ, കഷ്ടതകൾ അനുഭവിച്ച് തന്നെ നാം സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. You know what happened in the house of Lot? ലോത്തിന്റെ ഭവനത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? The city people came around the house and said, "Let the men out. Let the men out." പട്ടണത്തിലെ ആബാലവൃദ്ധൻ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആ വന്ന പുരുഷന്മാരെ പുറത്തേക്ക് വിട്. You know what Lot said? ലോത്ത് എന്താ പറഞ്ഞത്? Brethren, don't do this. സഹോദരന്മാരെ, ഇങ്ങനെ ചെയ്യരുതേ. I got 2 daughters. They are virgin. You can check them. എനിക്ക് കന്യകമാരായ 2 പുത്രിമാരുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. I want to tell you something. ഞാൻ ഒരു കാര്യം പറയട്ടെ. It seems to be a very good thing he did. He protected the angels. ദൂതന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ലോത്ത് എന്തോ വലിയ കാര്യം ചെയ്തതായിട്ട് നമുക്ക് തോന്നാം. But I want to tell you something. എന്നൊരു കാര്യം ഞാൻ പറയാം. This father is a man who is responsible to protect his daughter. ഒരു ഉത്തരവാദിത്തമുള്ള പിതാവ് എപ്പോഴും തന്റെ പെൺമക്കളെ സംരക്ഷിക്കുന്നവനായിരിക്കും. And even now there are some fathers are very no, they don't take any response. ഇപ്പോഴും ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത പിതാക്കന്മാർ, അപ്പന്മാർ നമ്മുടെ ഇടയിലുണ്ട്. They don't care what happened to their daughters. തങ്ങളുടെ പെൺമക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അവർ ചിന്തിക്കാറേ ഇല്ല. They don't care what happened to their son. അവരുടെ ആൺമക്കൾക്ക് എന്ത് സംഭവിക്കുന്നു അവർ ചിന്തിക്കുന്നില്ല. Think about Noah. നോഹയെ കുറിച്ച് നോക്കിയേ. He and his family went into the ark. താനും തന്റെ കുടുംബവും പെട്ടകത്തിൽ കയറി. The last person, the 8th one, went into the ark is Noah. ഏറ്റവും അവസാനം 8ാമനായി പെട്ടകത്തിൽ കയറിയത് നോഹയായിരുന്നു. Because he was responsible for the family. കാരണം തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിരുന്നു നോഹ. I want to tell you something. There are many daddies who don't take responsibilities. ഞാൻ പറയട്ടെ, അനേക ഡാഡിമാര് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എടുക്കുന്നില്ല. You know what the angel did? എന്താ ദൂതൻ ചെയ്തത്? They pulled him in. ആ ദൂതൻ ലോത്തിനെ പിടിച്ചകത്തോട്ട് കയറ്റി. And the whole lot of the enemies became blind. ആ വന്നുകൂടിയ ശത്രുക്കളെല്ലാവരും അന്ധന്മാരായി. You know, it is so surprising. Even though they are blind, they are searching the house. അതിനുള്ള അത്ഭുതം, അവർ ഈ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവർ വീണ്ടും വീടിന്റെ വാതിൽ തപ്പുകയാണ്. This is the last minute, last hour. ഇത് അന്ത്യനാഴികയാണ്, അന്ത്യനിമിഷം തന്നെ. So much immorality, a spirit of lust in the whole city. പട്ടണം മുഴുവനും ജഡിക മോഹങ്ങളുടെയും അസാന്മാർഗ്ഗത്തിന്റെയും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. There's so much of homosexuality in that city. പട്ടണത്തിൽ മുഴുവൻ സ്വവർഗരതി എന്നുള്ള പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. I've been to many countries in the world. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ എനിക്ക് I will challenge the people and say our India is number 1 in morality. ഞാൻ എപ്പോഴും അവിടെ വെല്ലുവിളിയോടെ പറയും, ഞങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് സാന്മാർഗികതയിൽ 1ാം സ്ഥാനത്താണ്. But it is very shameful to mention even India in the parliament, they passed a law for homosexuality.
എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ പോലും സ്വവർഗരതിയെ അനുകൂലിക്കുന്ന ബില്ല് പാസാക്കി എന്ന് പറയുന്നത് വളരെ ലജ്ജാകരം തന്നെ. I want to tell you now, the world is come to the last minute, last hour. ഞാൻ പറയട്ടെ, ലോകം അതിന്റെ അവസാന നാഴികയിൽ അവസാന മിനിറ്റിലെത്തിയിരിക്കുകയാണ്. Every country, they want to have homosexual marriages. സകല രാജ്യങ്ങളും തങ്ങളുടെ ദേശത്ത് സ്വവർഗ വിവാഹങ്ങൾ അനുവദിക്കുന്നു. That's the thing irritated God so much. You want to destroy the city with the fire and brimstone. ദൈവം തീയും ഗന്ധകവും വർഷിപ്പിച്ച പട്ടണത്തെ നശിപ്പിക്കാൻ കാരണമായ അതേ പാപം തന്നെ. You know what the angel said to Lot? Run to the mountain. ദൂതൻ ലോത്തിനോട് എന്താ പറഞ്ഞത്? നീ ആ മലമുകളിലേക്ക് ഓടിപ്പോകാണ്. You know what Lot said? ലോത്തിന്റെ മറുപടി എന്തായിരുന്നു? If I go to the mountain, I will die. അയ്യോ, പർവ്വതം വരെ ഓടാനുള്ള സമയമില്ല, അതിനു മുമ്പ് ഞങ്ങൾ മരിച്ചു പോകും. What the angel said? ദൂതൻ എന്താ പറഞ്ഞത്? If you don't go to the mountain, you will die. നീ പർവ്വതത്തിലേക്ക് പോയില്ലെങ്കിൽ നീ മരിക്കും. The way seems to be right in the sight of man, the end is death. There is a way seems to be right in the sight of man, the end is death. ലോക മനുഷ്യൻ ലോകത്തിന്റെ മുന്നിൽ നല്ലതായി തോന്നുന്നത് അവന്റെ മരണമാണ്. You have to follow what the Bible says. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? അതിനെ വേണം നാം അനുഗമിക്കേണ്ടത്. This is the last minute or run to the mountain. നീ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാനുള്ള അവസാന നിമിഷമാണ് നിനക്ക് ദൈവം To നൽകിയത്. escape from the pestilence and the plague and rumors of war, all this calamity and confusion, only shelter is the cross of Jesus Christ. ദൈവം അനുവദിച്ചിട്ടുള്ള സകലവിധമായ കലാപങ്ങൾ, മഹാമാരി, സകല കഷ്ടതയിൽ നിന്ന് നിനക്ക് രക്ഷ നേടാൻ ഏക സ്ഥാനം കർത്താവായ യേശുവിന്റെ ക്രൂശിംഗിലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ്. They may talk about the third way or the fourth way. If you run to the mountain, you got safety and security. ലോകം മൂന്നാം തരംഗത്തെയോ നാലാം തരംഗത്തെ കുറിച്ച് പറയട്ടെ, നീ സുരക്ഷിതമായി കർത്താവിന്റെ ക്രൂശ് ഇരിക്കുന്ന പർവ്വതത്തിലേക്ക് ഓടിച്ചെല്ലാണ്. You know what Lot said? ലോത്ത് എന്താ പറഞ്ഞത്? Let me go to the little village here. ഞാൻ അതിന് അടുത്തു വരെയുള്ള ഗ്രാമത്തിലേക്ക് പോകട്ടെ. You know why you want to go near the village? എന്തുകൊണ്ട് അവൻ അടുത്തുള്ള ഗ്രാമത്തിൽ പോകാൻ He is തീരുമാനിച്ചത്? out of Sodom, but Sodom is in his heart. അവൻ സോതോമിൽ നിന്ന് പുറത്തായിരുന്നു, പക്ഷെ സോതോം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. You want to run back to Sodom. അവൻ എങ്ങനെയെങ്കിലും തിരികെ സോതോമിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. That's why the whole family destroyed, even the wife അതിനാലത്രേ became salt. അവന്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്ന ആ കുടുംബം മുഴുവനും നശിച്ചു പോയില്ലേ? I want to tell you, sisters, cross before us, the world behind us, no turning back. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ക്രൂശ് നമുക്ക് മുൻപെയാണ്, ലോകം നമുക്ക് പിൻപെയാണ്. പിന്നോക്കെ ഞാൻ. This is the time and the hour you are run to the mountain. നിങ്ങൾ പർവ്വതത്തിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള നിമിഷമാണ് ഇത്. ഈ സമയമാണ് അതിനുള്ളത്. If Noah is there, God will protect him. നോഹ അവിടെ ഉണ്ടോ, ദൈവം അവനെ സംരക്ഷിക്കും. Daniel is there, God will protect him. അവിടെ ദാനിയേൽ ഉണ്ടായിരുന്ന ദൈവം അവനെ സംരക്ഷിക്കും. What is special about Daniel? എന്താണ് ദാനിയേലിന്റെ വിശേഷത? When he knew the degrees, രാജാവ് ഇങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. he had the courage to open the window and you started to pray. ദൈവത്തെ ആരാധിക്കരുത് രാജകൽപ്പന ഉണ്ടെന്ന് അറിഞ്ഞ ശേഷവും ദാനിയേൽ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം കാണിച്ചു. He has no fear in his heart. അവന്റെ ഹൃദയത്തിൽ അല്പം പോലും ഭയമില്ലായിരുന്നു. Because there is power in his heart. കാരണം തന്റെ ഉള്ളിൽ ശക്തിയുണ്ട്, അധികാരമുണ്ട്. The power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി. Satan want to destroy the work of God now. പിശാച് ദൈവത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Because he knew only very little time is given. Revelation chapter 12, only very little time is given. വെളിപ്പാട് 12 പ്രകാരം തനിക്ക് അല്പം കാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് പിശാച് ഇതിനായി തീവ്രമായി ശ്രമിക്കുന്നു. But the Bible says we will overcome. We will overcome by the power of the blood and word of our testimony. എന്നാൽ വചനം പറയുന്നു, നാം ദൈവവചനത്താലും നമ്മുടെ സാക്ഷ്യത്താലും ഇവനെ പിശാചിനെ ജയിക്കും. Say power in the blood, power in the blood, power in the blood. പറഞ്ഞാട്ടെ, രക്തത്തിൽ ശക്തിയുണ്ട്, രക്തത്താൽ ജയമുണ്ട്, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ട്. Write it down in your compound wall. Say like this: Satan, the blood of Christ is against you. നിങ്ങളുടെ മതിൽ കെട്ടിനകത്ത് നിങ്ങൾ പറയണം, കർത്താവ് യേശുവിന്റെ രക്തത്താൽ പിശാചെ ഞാൻ നിന്നെ വിരട്ടുകയാണ്. The Old Testament, when the Passover blood, wherever they sprinkled the Passover blood, the death angel no power over them. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമകാലത്ത് പെസഹ കൊഞ്ചാണ്ട് രക്തം തളിച്ച കട്ടിളപ്പടി കടക്കാൻ ആ മരണദൂതന് അവകാശമില്ലായിരുന്നു. When everybody is dead and crying, children of Israelites are eating steak. എല്ലാ ഭവനങ്ങളിലും നിലവിളി ഉയർന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ മക്കൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. God made the difference the Jewish people and the Israelites and the Egyptians.
മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും തമ്മിലുള്ള വ്യത്യാസം ദൈവം അവിടെ വ്യക്തമായി കാണിച്ചു. If there is power in the blood of the Passover, I want to tell you there is power in the blood of Jesus Christ. പെസഹ കുഞ്ഞാന്റെ രക്തത്തിൽ ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അത്യധിക ശക്തി ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. So we can overcome. നിശ്ചയമായി നമുക്ക് ജയിക്കാൻ കഴിയും. We can overcome. നിശ്ചയമായി നമുക്ക് ജയിക്കാൻ കഴിയും. The plague has no power over you. ഒരു ബാധയ്ക്കും നിന്റെ മേൽ അധികാരമില്ല. They will never enter into the family without a permission from God. ദൈവത്തിൽ നിന്നുള്ള അനുവാദം കൂടാതെ ഒരു ബാധയും നിന്റെ കുടുംബത്തിനകത്ത് കയറുകയില്ല. More prayer, more power. അധിക പ്രാർത്ഥനയുണ്ട്, അധിക ശക്തിയുണ്ട്. Because so much of time to pray now. കാരണം നാം അധികമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. I spend most of my time in prayer. എന്റെ അധിക സമയം ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കും. The more I pray, more power is coming upon me. അധികമായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അധികമായി ദൈവശക്തി പ്രാപിക്കും. And God is with me, nothing can shake me. God is for me, who can be against me? കർത്താവ് എന്റെ കൂടെയുണ്ട്, ഒന്നും എന്നെ കുലുക്കുകയില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് ആര് പ്രതികൂലം? 7 weeks there is no church in Tamil Nadu. 7 weeks. 7 weeks. 7 ആഴ്ചയായി തമിഴ്നാടിൽ സഭാരാധന നടക്കുന്നില്ല. Lockdown. എല്ലായിടത്തും ലോക്ക്ഡൌൺ ആണ്. But the Tasmak, the tuck shop is open. But cinema theater is open. Fish എന്നാൽ market. ബിവറേജസ് മദ്യശാലകൾ തുറന്നിട്ടുണ്ട്, സിനിമാശാലകൾ തുറന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. Fish market. ഫിഷ് മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. Vegetable market. പച്ചക്കറി ചന്തകളുണ്ട്. Election canvassing. ഇലക്ഷന് വേണ്ടി ആൾ പിടിക്കാൻ നടക്കുന്നുണ്ട്. Only church they don't want to open. പക്ഷെ സഭ മാത്രം തുറക്കാൻ പാടില്ല. Then you know what is the reason, who is behind this. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ പിറകെ പ്രവർത്തിക്കുന്നവൻ ആരാണ്. You must say like David, I will jump over, cross over, leap over by God. നിങ്ങൾ ദാവീദിനെ പോലെ പറയണം, ഞാൻ ഏകനായി മതിൽ ചാടിക്കടക്കും, ഞാൻ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ശത്രുവിനെ ഞാൻ തകർത്ത് കളയും. Yeah, all those people in the Bible, they broke the law. ഈ ബൈബിളിലുള്ള വീരന്മാരെല്ലാരും തന്നെ ദേശത്തിലുള്ള നിയമത്തിനെതിരെ ശബ്ദം ഉയർത്തിയവർ. Daniel broke the law. ദാനിയേൽ നിയമം ലംഘിച്ചു. Shadrach, Meshach, Abednego broke the law. ഇബ്രാഹിം ബാലന്മാർ ആ നിയമം ലംഘിച്ചു. You know what Nebuchadnezzar said? നെബൂഖദ്നേസർ എന്ത് പറഞ്ഞു? They did not fear the king, but they have power over the enemy, and they had a fear only the King of Kings. അവർ രാജാവിനെ ഭയപ്പെട്ടില്ല, ശത്രുക്കളെ കണ്ട് ഭയപ്പെട്ടില്ല. അവർ ഭയപ്പെട്ടത് രാജാവായ ദൈവത്തെയായിരുന്നു. And he said, I will make the house. Anyone who blasphemes me the name of Shadrach, Meshach, Abednego God, it will be a dunghill. അവസാനം രാജാവിന് പറയേണ്ടി വന്നു, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവമെന്ന് അംഗീകരിക്കണം, അവനെ എതിർക്കുന്നവരുടെ വീടുകൾ കുപ്പക്കുന്നാക്കി കളയണമെന്ന് പറഞ്ഞു. This will happen in every country. ഇതെല്ലാ രാജ്യത്തും ഇത് സംഭവിക്കണം. If you are Shadrach, Meshach, Abednego. നിങ്ങൾ ശദ്രക് മേശക് അബേദ്നെഗോ ആകുന്നുവെങ്കിൽ സംഭവിക്കും. If you are like Daniel, it will happen. നിങ്ങൾ ദാനിയേലിനെ പോലെ ആകുന്നുവെങ്കിൽ നിങ്ങളുടെ രാജ്യം സംഭവിക്കും. I did a lot of things during the COVID period. കോവിഡ് കാലത്ത് ഞാൻ അനേക കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. No, they said you can't preach the gospel outside. എല്ലാരും പറഞ്ഞു പുറത്തു പോയി പ്രസംഗിക്കാൻ പാടില്ല. You know what I did? ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? And with my husband's song, pen drive. I made a pen drive. I made a pen drive with 10 of my sermons and 10 of my husband's song. എന്റെ 10 പ്രസംഗങ്ങളും ഭർത്താവ് പാടിയ 10 പാട്ടുകളും ചേർത്ത് ഞാൻ ഒരു പെൻഡ്രൈവ് ഉണ്ടാക്കി. And I gave to the auto driver and Uber driver and all those drivers. ഞാൻ എനിക്ക് പരിചയമുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക്, ഊബർ ടാക്സിക്കാർക്ക് എല്ലാവർക്കും പെൻഡ്രൈവ് വെറുതെ കൊടുത്തു. I told them you have to play when you are driving the car, when you are standing in the auto rank, you must play that songs. ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി ഓട്ടം പോകുമ്പോഴും സ്റ്റാൻഡിൽ വെറുതെ ഇരിക്കുമ്പോഴും എല്ലാം ഇപ്പോഴും പാട്ടിടണം. And everywhere my son messages in Chennai city. ചെന്നൈ പട്ടണം മുഴുവനും എന്റെ സന്ദേശവും പാട്ടുകളും മുഴങ്ങി കേട്ടു. Yeah, they cannot lock the gospel, my friend. They can lock the church building, but they cannot lock the gospel. പ്രിയമുള്ളവരെ, സർക്കാരിന് ഒരുപക്ഷെ സഭാ കെട്ടിടങ്ങളെ ലോക്ക്ഡൌൺ ആക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ സുവിശേഷത്തെയോ സുവിശേഷ പ്രവർത്തനത്തെയോ അടച്ചിടുവാൻ ഒരു ശക്തിക്കും ഒരു ഗവൺമെന്റിനും കഴിയും. And because of preaching of the gospel, Paul and Silas were in the prison. സുവിശേഷം പ്രസംഗിച്ചെന്ന ഒറ്റ കാരണത്താലാണ് പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായത്. In Acts chapter 16, you know what they did? They didn't call for the lawyer. അപ്പോസ്തല പ്രവൃത്തികൾ 16 നാം എന്ത് കാണുന്നു? അവർ വക്കീലിനെ അന്വേഷിച്ചു പോയില്ല. They start to worship God. അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. There is power in worship.
ആരാധനയിൽ ശക്തിയുണ്ട്. When you start to worship God, the heavens will be open for them. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറന്നു വരും. You know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? In the lion's den, God sent an angel. സിംഹത്തിന്റെ കുഴിയിലെ ഗുഹയിലേക്ക് ദൈവം ദൂതനെയാണ് അയച്ചത്. But here, God himself came down. എന്നാൽ ഇവിടെ കർത്താവ് തന്നെ അങ്ങ് ഇറങ്ങി വന്നു. He walked with the saints of God into the fire. അവൻ തീച്ചൂളയിൽ തന്റെ വിശുദ്ധന്മാരോട് കൂടെ ഇറങ്ങി നടന്നു. So then because the said, yeah, you put 3 people, I can see 4 people. What is it? The 4th one look like God. അതെ, നെബൂഖദ്നേസർ നിലവിളിയോടെ പറഞ്ഞു, 3 പേരെയല്ലേ ഇട്ടത്, ഇപ്പോൾ 4 പേരെ കാണുന്നു, 4ാമന്റെ മുഖം മനുഷ്യപുത്രനോട് ഒക്കുന്നു എന്ന് അവൻ നിലവിളിച്ചു. Everybody talk about the promise. എല്ലാവരും വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയും. You know how they say? എങ്ങനെയാ പറയുന്നത്? When I walk through the fire, God is with me. തീയിൽ കൂടെ നടന്നപ്പോൾ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. When I walk through the water, God is with me. വെള്ളത്തിൽ കൂടെ കടന്നപ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. These people never walk in the water, walk in the fire, but they claim the promise. അവർ ഇതുവരെയും വെള്ളത്തിലും നടന്നിട്ടില്ല, തീയിലും നടന്നില്ല, പക്ഷേ വാഗ്ദത്തം അവരങ്ങ് സ്വന്തമാക്കിയത്. The promise is for the people who walk through the fire. ദൈവജനത്തിനുള്ള വാഗ്ദത്തം നിങ്ങൾ തീയിൽ കൂടെ നടക്കുമെന്ന് തന്നെയാണ്. When you walk through the fiery trials, God will be with you. നിങ്ങൾ തീയിൽ കൂടി കടക്കുമ്പോൾ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. The Shekinah glory will come down. ഷെഖേന മഹത്വം ഇറങ്ങി വരും നിങ്ങളുടെ മേൽ. Adonai God will come down. El Shaddai God will come down. അഡോണായ് ദൈവം, അതെ, എൽഷദായ് എന്ന ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും തന്റെ സാന്നിധ്യത്താൽ. The fire has no power over you. You know why? The fire of God is upon you. നിന്റെ മേലുള്ള അഭിഷേകം അതിശക്തമാണ്. കാരണം എന്താണ്? ദൈവത്തിന്റെ തീയാണ് നീ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. So I want you, these are the days, ask for the fire baptism. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങൾ ഇനി അഗ്നിയാലുള്ള അഭിഷേകത്തിന്റെ, അഗ്നിയാലുള്ള സ്നാനത്തിന്റെ ദിവസങ്ങളാണ്. Not only the spirit baptism, you must ask for the fire baptism. നിങ്ങൾ ആത്മസ്നാനത്തിന് വേണ്ടി മാത്രമല്ല, അഗ്നിയാലുള്ള സ്നാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. Then only we can pass through the fiery trials in our life. എങ്കിൽ മാത്രമേ ജീവിതത്തിലുള്ള തീ പോലുള്ള പ്രതിബന്ധങ്ങളെ കടന്നു പോകാൻ നമുക്ക് പറ്റുകയുള്ളൂ. But when Paul and Silas was praising God, God came down. പൗലോസ് ശീലാസും ദൈവത്തെ പാടി സൂചിച്ചപ്പോൾ ദൈവം തന്നെ അങ്ങ് ഇറങ്ങി വന്നു. What happened? എന്ത് സംഭവിച്ചു? Chains were broken. അവിടെ ചങ്ങലകൾ അറ്റുപോയി. My God is a champion. He can break any chain. Break any chain. എന്റെ ദൈവം ജയാളിയായ ദൈവമാണ്. അവന് ഏത് ചങ്ങലയും തകർക്കുവാൻ കഴിയും. And prison doors were open. അവിടെ കാരാഗൃഹ വാതിലുകൾ തുറന്നുപോയി. I want to ask you a question now. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? God himself opened the prison door. ദൈവം തന്നെയല്ലേ ഈ ജയിൽ വാതിൽ തുറന്നത്? Why Paul and Silas did not run? എന്തുകൊണ്ടാണ് ഈ പൗലോസും ശീലാസും ഓടിപ്പോകാത്ത തക്ക സമയത്ത്? Why didn't run to escape his life? എന്തുകൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർ ഓടിപ്പോയില്ല? I want to tell you something. ഒരു കാര്യം പറയാം. If they ran away that night, അന്ന് രാത്രി ആ 2 പേര് ഓടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ the jailer and all the thieves and the murderers will kill themselves. ഈ കാരാഗൃഹ പ്രമാണിയും മറ്റുള്ള കുറ്റവാളികൾ എല്ലാവരും തന്നെ മരിക്കേണ്ടി വരുമായിരുന്നു. That's what he did. The jailer took a knife to kill himself. അതുകൊണ്ട് തന്നെയാണ് കാരാഗൃഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചുകൊണ്ട് കത്തിയെടുത്തത്. What Paul and Silas said. അപ്പോഴെന്താ പൗലോസ് ശീലാസും പറഞ്ഞത്? We are here. We are standing here. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നിനക്ക് ഒരു കുഴപ്പവും ചെയ്യരുത്. We are not Mr. Runaway. ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ല, ഇവിടെ തന്നെ. We are the people stand because we are strong backbone. ഞങ്ങൾക്ക് നല്ല ഉറച്ച നട്ടലുള്ള ജനമാണ്, ഞങ്ങൾ ഇവിടെ തന്നെ കാണും. Not only that, but there is a fat in our bone, fatted bones. ഞങ്ങളുടെ അസ്ഥികളെല്ലാം തന്നെ നല്ല ശക്തിയുള്ള കൊഴുപ്പുള്ള അസ്ഥികളാണ്. കൊഴുപ്പുള്ള അസ്ഥികൾ. We have a strong backbone. ഞങ്ങൾക്കുള്ള നട്ടല്ലേ വളയുന്നതല്ല, അത് ശക്തിയുള്ള നട്ടല്ലാണ്. We will stand in the testing time. പരീക്ഷാ കാലത്ത് ഞങ്ങൾ നിവർന്നു തന്നെ നിൽക്കും. That's the time the jailer asked a question. അപ്പോഴാണ് ഈ കാരാഗൃഹ പ്രമാണി ഒരു ചോദ്യം ചോദിച്ചത്. What we must do to be saved? അയ്യോ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? If our pastor, not a lot of good pastors in India, but some pastors will say, hey, you gave me good hiding, I want to give you back. നല്ല ദേവദാസന്മാർ എനിക്കറിയാം നമ്മുടെ ചുറ്റുമുണ്ട്. ചില പാസ്റ്റർമാർ ഈ സമയത്ത് നോക്കി പറയും, നല്ല ഓഫറിംഗ് തന്നാൽ മതി, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. You are a good hiding to me, so I'll give back and you pay me fine like 200,000 rupees. നിങ്ങൾ എന്നെ ഒന്ന് നന്നായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് നിർത്തിയാൽ മതി, എന്നെ ഇവിടെ രക്ഷിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യം ഒന്ന് ചെയ്യാമെന്ന്. Because you hit me, pay me 1 lakh rupees. നിങ്ങൾ എന്നെ ഒളിപ്പിച്ച് നിർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് പണം തരാമെന്ന്.
But Paul and Silas gave a classic answer to his question. എന്നാൽ പൗലോസും ശീലാസും പറഞ്ഞത് വളരെ ഐതിഹാസികമായ ഒരു ഉത്തരമാണ് ആ കാരാഗൃഹ പ്രമാണിക്ക് കൊടുത്തത്. Believe on the Lord, your family will be saved. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടാം. The entire family of the jailer were baptized that night. അന്ന് രാത്രി തന്നെ കാരാഗൃഹ പ്രമാണിയുടെ മുഴുവൻ കുടുംബാംഗങ്ങളും സ്നാനപ്പെട്ടു. I want to tell you something. ഒരു കാര്യം ഞാൻ പറയട്ടെ, Popular preachers are not talking about baptism nowadays. ഇന്ന് അനേക പ്രസംഗന്മാർ സ്നാനത്തെ കുറിച്ച് മിണ്ടാറില്ല. They don't want to talk because they want to please the nominal Christians. അവർ പറയുന്നത് നിങ്ങളെല്ലാം സാധാരണ വിശ്വാസികളായിരുന്നാൽ മതിയെന്ന്. Until and born of spirit and water, you cannot enter into the kingdom of God. നിങ്ങൾ വെള്ളത്താൽ ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ഒരിക്കലും ദൈവരാജ്യം കാണാൻ കഴിയില്ല കേട്ടോ. This is the time you are preach about baptism and repentance. ഇത് നാം മാനസാന്തരത്തെ കുറിച്ചും ജലസ്നാനത്തെ കുറിച്ചും പ്രസംഗിക്കേണ്ടുന്ന സമയം തന്നെയാകും. I'm happy they get 1,000 baptism in Kerala. കേരളത്തിൽ ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് സ്നാനപ്പെട്ട സംഭവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am believing God for 10,000 people take baptism in India. ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തിൽ ഇതുപോലെ 10,000 പേർ ഒരുമിച്ച് സ്നാനപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. One will chase 1,000, two will chase 10,000. ഒരുവൻ 1000 രണ്ടുപേർ ചേർന്ന് 10,000 നേരിടും. If two of you will agree in anything, it shall be done. നിങ്ങൾ രണ്ടുപേർ ഏത് കാര്യത്തിൽ ഒരുമനപ്പെടുന്നു അക്കാര്യം ദൈവം നൽകി തരും. Believe, sisters, believe and trust in the Lord. We will baptize 10,000 people in all over. സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം. ആയിരക്കണക്കിന് 10,000 പേരെ നാം സ്നാനപ്പെടുത്തും. Why Paul and Silas did not run? എന്തുകൊണ്ടാ പൗലോസും ശീലാസും ഓടിപ്പോകാത്തത്? They have a purpose in their life, destiny in this life to plunder hell and populate heaven. തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. അവരുടെ ഉദ്ദേശം ഇതാണ്: നരകത്തെ ശൂന്യമാക്കണം, സ്വർഗത്തെ ജനത്തെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണം. Plan and the purpose for our life also. നമ്മുടെ ജീവിതത്തെ കുറിച്ചും ദൈവത്തിലുള്ള പദ്ധതി ഇതാണ്. നമ്മുടെയും ഉദ്ദേശം ഇതായിരിക്കണം. And I'm asking God, give me 1 million souls this year. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വർഷം തന്നെ 1,00,000 ആത്മാക്കളെ നൽകണമെന്നാണ്. You may ask me a question, how can I do this even this COVID time? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഈ കോവിഡ് കാലത്ത് ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, My one sermon in YouTube, 30,000 people are watching. എന്റെ യൂട്യൂബിലുള്ള ഒരു പ്രസംഗം 30,000 പേരാണ് കാണുന്നത്. So without going out of my house, I can preach to 1 million people. അപ്പൊ വീട്ടിൽ പോകാതെ, വീട്ടിന് പുറത്തിറങ്ങാതെ തന്നെ 1,00,000 ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ It is possible. ഇത് കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് സാധ്യമാകും. It is possible. ഇത് സാധ്യമാണ്. Let us have a passion for the perishing multitude. നശിച്ചു പോകുന്ന ജനസഞ്ചയത്തോട് നമുക്കൊരു മനോഭാരം വേണം. We cannot selfishly live in this world. നാം ഈ ലോകത്തിൽ സ്വാർത്ഥതയോടെ കൂടെ ജീവിക്കാൻ പാടില്ല. Transfer your wealth to heaven. നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള പാതയ്ക്കായി സ്തോത്രം. Transfer your wealth to heaven. നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുന്നതിനായി സ്തോത്രം. There are so many pastors in little villages, they have no money to pay rent. ഇന്ന് അനേക വില്ലേജുകളിലുള്ള പാസ്റ്റർമാർക്ക് തങ്ങളുടെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. The owner is throwing their microphone and all the equipments. അവർ പലരും തങ്ങളുടെ മൈക്ക് സെറ്റുകളും മറ്റു സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. Today one pastor sent me a WhatsApp, is worshiping under a tree. ഒരു പാസ്റ്ററിന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ഞങ്ങളിപ്പോൾ മരത്തിന്റെ കീഴിൽ നിന്ന് ആരാധിക്കുന്നു എന്നാണ്. When you are living in a house like a palace, when millions are starving and they are standing in the street worshiping God. നിങ്ങൾ കൊട്ടാരം പോലെ സദൃശ്യമായ വീട്ടിൽ താമസിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് പേർ ആരാധിക്കുവാൻ സ്ഥലമില്ലാതെ വഴിയരികിലും മരത്തിന് കീഴിലും ആരാധിക്കുകയാണ്. അവർക്ക് വസിക്കുവാൻ ഭവനങ്ങളില്ല. Let us have some mercy, friend. Let us have some mercy. Let us have some mercy for people. നമ്മുടെ സഹജീവികളോട്, സമശിഷ്ടങ്ങളോട് നമുക്ക് ഉള്ളിൽ കരുണയുള്ളവരായിരിക്കാം. I want to come to a close. I want to tell you something about a Chinese pastor. അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചൈനീസ് ദേവദാസനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. And they are underground churches. നിങ്ങൾക്കറിയാം, ചൈനയിലൊക്കെ അണ്ടർഗ്രൗണ്ട് സഭകളാണുള്ളത്. They arrested him for preaching the gospel. വചനം പ്രസംഗിച്ചു എന്ന കാരണത്താൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. They put needle in his nail. തന്റെ നഖത്തിനടിയിലേക്ക് അവർ ആണി അടിച്ചു കയറ്റി. They burned him with cigarette butts. സിഗരറ്റ് കുറ്റികൾ വെച്ച് അവന്റെ ശരീരം മുഴുവൻ പൊള്ളിച്ചു. But he never denied the Lord. എന്നിട്ടും അവൻ യേശുവിനെ തള്ളി പറഞ്ഞില്ല. One day they brought his son. ഒരു ദിവസം തന്റെ മകനെ അവൻ കൊണ്ടുവന്നു. And they told the pastor, അവർ പാസ്റ്ററോട് പറഞ്ഞു, if you don't deny God, നീ യേശുവിനെ തള്ളി പറയുന്നില്ല എങ്കിൽ we will kill your son. നിങ്ങളുടെ മകനെ ഞങ്ങൾ കൊന്നുകളയും. Now pastor could not take it anymore. He's going to deny the Lord.
അവർ കരുതി പാസ്റ്ററിന് സഹിക്കാൻ പറ്റില്ല, അവൻ ഇപ്പോൾ യേശുവിനെ തള്ളിപ്പറയുമെന്ന്. And he was going to deny God. അവൻ യേശുവിനെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ The son said like this, ആ മകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, Daddy, if you deny God, you'll go to hell. ഡാഡി, അങ്ങിപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിശ്ചയമായി നരകത്തിൽ പോകും. I will go to heaven. I will go to heaven. ഞാൻ സ്വർഗത്തിലും പോകും. We cannot meet each other, Daddy. നമുക്ക് ഇനിയും കണ്ടുമുട്ടണ്ടേ അപ്പാ? Don't deny God, you'll die. I die. We both will meet in heaven. അതുകൊണ്ട് നീ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കാൻ പോകരുത്, നമുക്ക് ഒരുമിച്ച് മരിച്ച് സ്വർഗത്തിൽ പോകാം. Then they shot his son dead in front of the pastor's eyes. ആ പിതാവിന്റെ മുൻപിൽ വെച്ച് തന്നെ ആ പട്ടാളക്കാർ ആ മകനെ വെടിവെച്ച് കൊന്നു. They buried him. They put some sand and they put a rose plant and they went away. അവനെ ഒരു അടക്കം ചെയ്ത് അതിന് മുകളിൽ കുഴിമാടത്തിന് മുകളിലായി ഒരു റോസാ ചെടി നട്ടുവെച്ച് അവർ പോയി. They took the pastor away. പാസ്റ്ററെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. After 6 months, they brought him to the grave. 6 മാസത്തിന് ശേഷം അവർ ആ കുഴിമാടത്തിലേക്ക് വന്നു. You know what the pastor saw? അന്ന് അവിടെ പാസ്റ്റർ എന്താണ് കണ്ടതെന്ന് അറിയാമോ? Beautiful red rose everywhere. വളരെ മനോഹരമായ ചുവന്ന റോസാപ്പൂക്കൾ നിറയെ പൂത്തിരിക്കുന്നു. You know what he said? You know what he said? അവൻ എന്ത് പറഞ്ഞെന്ന് അറിയാമോ? Red rose, you're beautiful. But my son became a manure for you. ഈ പുഷ്പങ്ങൾ കാണുവാൻ വളരെ മനോഹരമാണ്, പക്ഷേ ഈ പുഷ്പങ്ങൾക്കായുള്ള വളമായി തീർന്നത് എന്റെ പുത്രനാണ്. Come to Calvary cross. കാൽവരി കുരിശിലേക്ക് നോക്കുക. Church, you're so beautiful. സഭ കാണുവാൻ മനോഹരിയാണ്. But Son of God, Father God gave only begotten Son to become a manure for you. എന്നാൽ ദൈവപുത്രൻ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ തന്നെ അവൻ സഭയ്ക്ക് വളമായി നൽകി. He's asking a question. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? I died for you. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്കായി മരിച്ചല്ലോ. What you can do for me? നീ എനിക്കായി എന്ത് ചെയ്തു? Our God is a rewarder. നമ്മുടെ ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. Even for a cup of water, He will reward you. നിശ്ചയമായി നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകി തരും. The call of Mordecai is coming on your life. നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് വിളിക്കുന്ന നാൾ വരികയാണ്. Mordecai said to Esther, മൊർദെഖായി എസ്തറിനോട് പറഞ്ഞു, the salvation will come from somewhere. നീ ഇന്ന് മിണ്ടാതിരുന്നാൽ നിന്റെ പിതൃഭവനത്തിലുള്ള രക്ഷ എവിടെ നിന്നെങ്കിലും വരും. But you have no part in this great plan of God. എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നിനക്ക് ഒരു പങ്കുമില്ലാതെ. God gave you a royal position because for this time. ഈ സമയത്തിന് വേണ്ടിയല്ലോ ദൈവം നിന്നെ അത്യുന്നതമായ രാജകീയ പദവിയിൽ ഇരുത്തിയിരിക്കുന്നു. If you don't go to the king, നീ രാജാവിന്റെ സന്നിധിയിൽ പോകുന്നില്ലെങ്കിൽ the people will perish. നിന്റെ ജനം നശിച്ചു പോകും. You know what Esther said? എസ്തർ എന്താണ് പറഞ്ഞത്? If I perish, I perish. ഞാൻ നശിക്കുന്നെങ്കിൽ നശിച്ചു കൊള്ളട്ടെ. I'll go to the king. ഞാൻ രാജാവിന്റെ സന്നിധിയിൽ ചെല്ലാം. When the ring was in the hand of Haman, ഹാമാൻ കൊല ചെയ്യുവാനായി കൊലമരം ഒരുക്കി വെച്ചിരുന്നപ്പോൾ, now when he had a ring, when the king gave a ring to Haman, രാജാവ് തന്റെ മുദ്രമോതിരം ഹാമാന്റെ കയ്യിൽ ഏൽപ്പിച്ച് he wanted to kill everybody. എല്ലാ യഹൂദന്മാരെയും കൊന്നുകളയുവാൻ അവൻ ആഗ്രഹിച്ചു. But the same ring came into the hand of Esther. എന്നാൽ അതേ രാജമോതിരം എസ്തറിന്റെ കയ്യിലെത്തിയപ്പോൾ she saved the whole lot of people. അവൾ തന്റെ സമൂഹത്തെ മുഴുവൻ രക്ഷിച്ചു. Now God has given you authority and power. ഇന്ന് ദൈവം നിനക്ക് അധികാരവും ശക്തിയും നൽകുന്നു. I give you all power. സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. You go in my name. എന്റെ നാമത്തിൽ പുറപ്പെട്ട് ചെല്ലുക. Heal the sick. രോഗികളെ സൗഖ്യമാക്കുക. Rebuke the devil. പിശാചി ബാധിതരെ വിടുവിക്കുക. Preach the gospel. സുവിശേഷം പ്രസംഗിക്കുക. Save the people. രക്ഷയിലേക്ക് ജനത്തെ നയിക്കുക. Make my disciples. അവരെ എന്റെ ശിഷ്യന്മാരാക്കി തീർക്കും. Will you do it? നിങ്ങൾ ഇത് ചെയ്യുമോ? Will you do it? നിങ്ങൾ ഇത് ചെയ്യുമോ? Will you commit your life for God? നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുമോ? I'm serving God for 50 years. 50 വർഷമായി ഞാൻ ദൈവത്തെ സേവിക്കും. But I want to do more and more for God. എങ്കിലും ദൈവത്തിനായി ഇനിയും അധികമായി ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. I'm ready to go anywhere God wants me to go. ദൈവം എന്നെ അയക്കുന്ന എല്ലായിടത്തും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I live dangerously for God. ദൈവത്തിന് വേണ്ടി അപായകരമായ രീതിയിൽ പോലും ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't count my life dear unto myself. എന്റെ ജീവൻ വിലയുള്ളതായി ഞാൻ എണ്ണുന്നതേ ഇല്ല. I want to finish it happily.
അത് സന്തോഷപൂർവ്വം അവസാനിപ്പിക്കണമെന്നേ എനിക്കുള്ളൂ. I want to say like Paul, I ran the race and kept my faith. പൗലോസിനെ പോലെ ഞാൻ ഓട്ടം തികച്ചു എന്ന് പറയണം എനിക്ക്. And I'm able to do it because I'm doing by the trust and confidence in God. ഞാൻ എന്റെ ദൈവത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ചെയ്യുവാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. Are you holy women of ancient time? കർത്താവേ, അങ്ങ് വിശുദ്ധനും അനാദി കാലത്തെ ഉള്ള ദൈവമല്ലോ. Are you a godly woman in this century? ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ വിശുദ്ധ വനിത എന്ന് ദൈവം കരുതുന്നുവോ? And build a holy family. നിങ്ങൾ ഒരു വിശുദ്ധ കുടുംബം The സൃഷ്ടിച്ചെടുക്കുന്നു. spirit which is upon you will be upon your children and children. നിങ്ങളുടെ മേലുള്ള ആത്മാഭിഷേകം നിങ്ങളുടെ മക്കളുടെ മേലും ചെറുമക്കളുടെ മേലും വരട്ടെ. My 2 children are serving God. My 6 grandchildren also serving God. എന്റെ 2 മക്കളും ദൈവവേലക്കാരാണ്. അവരുടെ 6 ചെറുമക്കളും ദൈവവേലക്കാരാണ്. I thank God for Pastor Arun. I was there in Serja and also the ministry with him. It is so wonderful. I thank you all, my wonderful people of God. Stand together. When there is unity, God will command the blessing. ഷാർജയുള്ള പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ദൈവവേല ചെയ്യാൻ സഹായിച്ചല്ലോ. ദൈവമക്കളെ ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഇടയിൽ ഐക്യത ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ശക്തമായ വേല ചെയ്യണം. Thank God for Sister Mercy Joseph and Bina Varghese and all the saints of God. സിസ്റ്റർ മേഴ്സി ജോസഫിനും ബീന വർഗീസും മറ്റെല്ലാ വിശുദ്ധ വതികൾക്കും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. All the IPC pastors and leaders and evangelists. എല്ലാ IPC ദേവദാസന്മാർക്കും ഇവാഞ്ചലിസ്റ്റുമാർക്കും പാസ്റ്റർമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. Set your heart. Set your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറയും, consecrate yourself. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Tell God, I want to be a holy woman. പറയുക, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധ വനിതയാകുവാൻ I will trust in the Lord. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. I will commit my life to God. എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. I will be humble. ഞാൻ താഴ്മയുള്ളവളായിരിക്കും. I want to do something beautiful for you. അങ്ങേക്ക് വേണ്ടി മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ Here I am, O God. കർത്താവേ, അടിയനിതാ വന്നിരിക്കുന്നു. Here I am, O God. അടിയനിതാ കർത്താവേ. Accept me, O God, as I am. കർത്താവേ, അങ്ങ് എന്നെ ഉപയോഗിക്കുക. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? എൻ ജീവിതയാത്രയിൽ എൻ യേശു എൻ തുണയേ, എന്നാളുമേ എൻ പാതയിൽ എൻ ആത്മനായകൻ കൂടെ ഉണ്ട്. എന്നാളുമേ എൻ പാതയിൽ എൻ ആത്മനായകൻ കൂടെ ഉണ്ട്. ஆளியின் போலங்கள் சாரமில்லா அக்கினி சூட்டினால் சேதமில்லா ஆஸ்வசநாயகன் യേശുനാഥൻ ആശ്രമമായി എന്റെ മുൻപിലുണ്ട്. എൻ ജീവിതയാത്രയിൽ എൻ യേശു എൻ തുണയേ, എന്നാളുമേ എൻ പാതയിൽ എൻ ആത്മനായകൻ കൂടെ ഉണ്ട്. എൻ ജീവിതയാത്രയിൽ only one life, soon be past. ഒരു ജീവിതമേ നമുക്കുള്ളൂ, അത് വേഗത്തിൽ കടന്നു പോകും. What is done for Christ will last. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു അത് മാത്രം നിലനിൽക്കും. Commit your life to God. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചാൽ. Say, God, use me, O God. കർത്താവേ, അടിയനെ അങ്ങ് ഉപയോഗിച്ചേക്കണമേ. As an instrument of faith, O God. വിശ്വാസത്തിന്റെ ഒരു ഉപകരണമാക്കി തീർക്കണമേ. Instrument of worship, O God. ആരാധനയ്ക്കുള്ള ഉപകരണമാക്കി തീർക്കണം കർത്താവ്. That signs and wonders follow after my ministry, O God. കർത്താവേ, അടിയന്റെ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശത്തിൽ ഉണ്ടാകട്ടെ. Let me a good wife for my husband, O God. കർത്താവേ, എന്റെ ഭർത്താവിന് കീഴിൽ ഒരു നല്ല ഭാര്യയായിരിക്കും എന്നെ സഹായിക്കണമേ. As a wise woman, let me build my house, O God. കർത്താവേ, ബുദ്ധിയുള്ള ഭാര്യയായി കുടുംബത്തെ പണിയുവാൻ എന്നെ സഹായിക്കണമേ. Humble, Lord, help me to humble myself. കർത്താവേ, എന്നെ തന്നെ താഴ്ത്തുവാൻ താഴ്മ ധരിക്കുവാൻ സഹായിക്കണം. To stand in the gap and build a hedge around the city to save the nation. കർത്താവേ, ദേശത്തിന്റെ രക്ഷക്കായി നശിക്കുന്ന ജനത്തിന് മധ്യേ ഇടിവിൽ നിൽക്കുവാൻ അടിയൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, I pray for your people, O God. കർത്താവേ, പ്രിയ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. Send your fire, O God. Send your fire, O God. അങ്ങയുടെ വിശുദ്ധ അഗ്നിയെ സ്വർഗത്തിലെ തീ ഇവരുടെ മേൽ അയക്കണമേ. Send the Holy Ghost fire, O God. പരിശുദ്ധാത്മാവിന്റെ തീ ഇവരുടെ മേൽ ഇറക്കണം. Let the fire anointing come upon your people, O God.
കർത്താവെ സകല അങ്ങയുടെ ജനമായി ശക്തി പ്രാപിക്കട്ടെ. Lord, heal all their sickness, oh God. സകല രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. Diabetic problem, head problem, mental problem, sleepless nights and depression. ഡയബറ്റീസ്, മെന്റൽ പ്രോബ്ലം, തലയ്ക്കുള്ള അസുഖങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ എല്ലാം സൗഖ്യമാകട്ടെ. Fear and confusion. കർത്താവെ മനസ്സിലുള്ള ചിന്താക്കുഴപ്പങ്ങളൊക്കെ മാറിപ്പോകട്ടെ. COVID-19. COVID-19 മാറിപ്പോകട്ടെ. Lord, I pray for a financial blessing upon your people, oh God. കർത്താവെ ജനത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. Send fire, oh God. Send your fire, oh God. കർത്താവെ അവിടുത്തെ ശക്തി, അവിടുത്തെ അഗ്നി ഇവരുടെ മേൽ അയക്കണം. Burn every work of the enemy, oh God. ശത്രുവിന്റെ സകല തടസ്സങ്ങളെയും കത്തിച്ചു കളയാൻ. Lord, you are for us, oh God. Nothing will shake us, oh God. കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കാൻ ഞങ്ങൾ കുലുങ്ങി പോകയില്ലല്ലോ. Lord, use your servants as a flaming sword in this last minute. കർത്താവ് ഈ അന്ത്യകാലത്ത് അങ്ങയുടെ സുവിശേഷകന്മാരെ, ദാസന്മാരെ ജ്വലിക്കുന്ന തീപന്തമാക്കി ഉപയോഗിക്കണം. Your grace is sufficient for us this moment, oh God. ഈ നിമിഷത്തിലും കർത്താവ് അവിടുത്തെ കൃപ ഞങ്ങൾക്ക് മതിയാകുന്നുവല്ലോ. Lord, pour your spirit of grace upon all those who listen to me this night. കർത്താവ് ഈ രാത്രിയിൽ വചനം കേട്ട എല്ലാവരുടെ മേലും തിരു കൃപ ഇറങ്ങുമാറാകണം. Bless everyone. എല്ലാവരും അനുഗ്രഹിച്ചാൽ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ. Amen. Amen. Thank you, Sister Padma Mudaliar, Brother Shaji, for the wonderful message. Thank you. ദൈവം നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദൈവത്തെ കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രാൻസ്ലേറ്ററുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അല്പസമയം നീണ്ടുപോയി. നിങ്ങൾ അല്പസമയം കൂടെ ക്ഷമയോടെ ഇരിപ്പാൻ അപേക്ഷിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് സിസ്റ്റർ എൽ സി രാജൻ, IPCUA റീജിയൻ സഹോദരി സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എൽ സി രാജനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. IPCUA റീജിയൻ സഹോദരി സമാജം ആദ്യമായി ക്രമീകരിച്ച 2 ദിവസത്തെ കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹപൂർണമാക്കി തീർത്ത ദൈവത്തിന് ആദ്യമായി സർവ മഹത്വവും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നന്ദി പറയുക എന്നുള്ളതാണല്ലോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി സ്തോത്രം. ഈ 2 ദിവസങ്ങളിലെ കൺവെൻഷനിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച IPCUA റീജിയൻ സഹോദരി സമാജം പ്രസിഡന്റായ സിസ്റ്റർ മേഴ്സി വിൽസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഇന്നലെയും ഇന്നുമായി ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സൂമിലൂടെ ദൈവവചനം ഐശ്വര്യമായി ശുശ്രൂഷിച്ച സിസ്റ്റർ ലില്ലിക്കുട്ടി ചൊമ്മേലിനോടും സിസ്റ്റർ പത്മ മുതലിയാറിനോടും ദൈവവചനം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബ്രദർ ഷാജിയോടുമുള്ള സഹോദരി സമാജത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഈ 2 ദിവസങ്ങളിലെ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിച്ച സഹോദരി സമാജത്തിന്റെ പേട്രനും IPCUA റീജിയൻ പ്രസിഡന്റുമായ പാസ്റ്റർ രാജൻ എബ്രഹാമിനുള്ള സഹോദരി സമാജത്തിന്റെ നന്ദിയെ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. ഇന്നലെ രാത്രിയിലെ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ IPC ജനറൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പാസ്റ്റർ വിൽസൺ ജോസഫിനോടുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നലെയും ഇന്നുമായി പാട്ടുകൾ പാടി നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹപൂർണമാക്കി തീർത്ത IPC ഇമ്മാനുവൽ സഭയിലെ സഹോദരിമാരോടും IPC ഫിലദൽഫിയ ദുബായിലെ സഹോദരിമാരോടുമുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കൺവെൻഷൻ മധ്യേ പൊതുവിൽ പ്രാർത്ഥിച്ച ദൈവദാസന്മാരോടും സഹോദരിമാരോടും IPCUA റീജിയൻ എക്സിക്യൂട്ടീവ്സ്, സഹോദരി സമാജം എക്സിക്യൂട്ടീവ്സ്, സൺഡേ സ്കൂൾ PIP എക്സിക്യൂട്ടീവ്സിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 ദിവസങ്ങളിലെ കൺവെൻഷനുകളിൽ പങ്കെടുത്ത എല്ലാ കർത്തദാസന്മാരോടും എല്ലാ സഹോദരി സഹോദരന്മാരോടും കുഞ്ഞുങ്ങളോടും ഉള്ള ഞങ്ങളുടെ നന്ദിയെ പ്രത്യേകാൽ അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഈ 2 ദിവസങ്ങളിലെ കൺവെൻഷൻ ഹോസ്റ്റ് ആയിരുന്ന സിസ്റ്റർ ജോയൽ സിനിമോളോടും ഈ കൺവെൻഷൻ ലൈവ് ചെയ്ത പ്രിയ സഹോദരൻ ഗിബ്സണിനോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇത്രത്തോളം വലിയവനായ ദൈവം നമ്മുടെ ഹല്ലേലൂയ കൺവെൻഷനെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ സർവമാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ എൽസി. തുടർന്ന് മീറ്റിംഗ് പ്രയർ ആൻഡ് ബെനഡിക്ഷന് വേണ്ടി പാസ്റ്റർ KV തോമസ് IPCUA റീജിയൻ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗങ്ങളെ കർത്താവ് നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിലും കർത്താവിന്റെ വിലപ്പെട്ട ദാസിയിലൂടെ ശ്രേഷ്ഠമേറിയ ആലോചന ദൈവം നമുക്ക് തന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. തലകളമടക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥപരമ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പാതവിടെ ഇരുന്ന് ശ്രേഷ്ഠമേറിയ ദൈവാലോചന കേൾക്കുവാൻ അങ്ങ് തന്ന നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ. ഇന്ന് രാത്രി ദൈവദിന ഘോഷണത്തിനായി അങ്ങയുടെ വലിയദാസ സിസ്റ്റർ പത്മ മുതലിയാറിനെ കരങ്ങൾ ഉപയോഗിച്ചല്ലോ. അതിനായി സ്തോത്രം. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിപ്പാൻ അങ്ങയുടെ ദാസിയെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. കൊടുത്ത എല്ലാ ദൈവ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രിയിലെ മെസ്സേജ് പരിഭാഷ ചെയ്യുവാനായി കർത്താവെ പ്രിയാമകൻ ബ്രദർ ഷാജിയെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മധ്യകരങ്ങൾ ഉപയോഗിച്ചല്ലോ. അങ്ങയുടെ ദാസിയെ കേട്ട ശ്രേഷ്ഠമേറിയ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പൂർവ്വ മാതാക്കൾ പിതാക്കന്മാർ കർത്താവിനെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയിലും അതേ ദൈവഭയമുള്ളവരായി കർത്താവിന്റെ ശുദ്ധ ജീവിതം നയിക്കുന്നവരായി അങ്ങയ്ക്ക് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ കൃപ നൽകുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവഭയമുള്ളവരായി, അനുസരണമുള്ളവരായി, കീഴ്പ്പെടുന്നവരായി, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളെ ചെയ്യുന്നവരായി ഓരോരുത്തരെ അവിടെ നിന്ന് ഒരുക്കിയെടുക്കുമാറാകണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മീറ്റിംഗ് പ്രകാരം കണ്ടക്ട് ചെയ്യുവാനായി IPC റീജിയണൽ അസോസിയേറ്റ് സമാജം ഭാരവാഹികളെ കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചല്ലോ. അതിനായി സ്തോത്രം. ഇങ്ങനെ ഒരു സംരംഭം അത് നടക്കുവാൻ വേണം ദൈവം അങ്ങയുടെ ദാസുമാരെ കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ 2 ദിവസത്തെ മീറ്റിംഗും ലീഡ് ചെയ്യുവാനായി കർത്താവിന്റെ ദാസി സിസ്റ്റർ മേഴ്സി വിൽസനെ കരങ്ങൾ ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സഹപ്രവർത്തകരായ സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്തൃദാസന്മാർക്കായി സഹോദരി സോന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിന് ആദ്യോടൊന്ന് സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം ഘോഷിച്ച കർത്തൃദാസി സിസ്റ്റർ ലില്ലിക്കുട്ടിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനുഗ്രഹ നിറവോട് ഞങ്ങളെ അയക്കണം. ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവേറ്റു അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച വേല ദ്രുതഗതിയിൽ ചെയ്യുവാൻ ഒരാത്മാക്കളെ എത്രത്തോളം നേടുവാൻ കഴിയും അത്രത്തോളം അധ്വാനിപ്പാൻ അവിടുന്ന് കൃപ തരുമാറാകണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ബലഹീന പാത്രങ്ങളെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിപ്പാൻ കഴിയുന്ന നല്ല കർത്താവ് വരും ദിവസങ്ങളിലും IPC റീജിയനിലുള്ള സഹോദരിമാരെ കരങ്ങൾ ഉപയോഗിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോട് ഞങ്ങളെ അയക്കണം. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മ കാവൽ പരിപാലന സൂക്ഷിപ്പ് നാം ഏവരോടും റീജിയൻ സഹോദരി സമാജം പ്രവർത്തനങ്ങളോടും ഇന്ന് നമ്മുടെ മധ്യ ദൈവനെ ഘോഷിച്ച കർത്തൃദാസിയോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. മുഖാന്തരം ഈ ദിവസങ്ങൾ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും വന്ദനം. കർത്താവ് എല്ലാവരും അനുഗ്രഹം. എസ്പെഷ്യലി താങ്ക്സ് ടു സിസ്റ്റർ Padma Mudaliar for the wonderful message. Thank you. We all enlightened by your message. Thank you. God bless you.